بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ അലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, MSMൻ്റെ നേതൃത്വത്തിൽ പരീക്ഷയെ നേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന പോലെ പരീക്ഷ പ്രധാനമായും രണ്ട് രൂപത്തിലാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് പരീക്ഷയുള്ളത്. ഒന്ന് ഇഹലോകത്തെ പരീക്ഷയും രണ്ട് പരലോകത്തെ പരീക്ഷയും. രണ്ട് പരീക്ഷയെയും വൃത്തിയായി നേരിടുന്നതിലാണ് ഒരു മുസ്ലിമിൻ്റെ വിജയം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇഹലോകത്തും പരലോകത്തും വിജയമുണ്ടാവണം. ഇഹലോകത്തും പരലോകത്തും ഖൈറുണ്ടാവണം. ഇഹലോകത്തിൻ്റെ പരീക്ഷകളും പരലോകത്തിൻ്റെ പരീക്ഷകളും കടക്കണം. ഇവിടെ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ദുനിയാവിലെ നമ്മുടെ പരീക്ഷകളെക്കുറിച്ച് മാത്രമാണ്. പരീക്ഷയെ നേരിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിക്കുന്നു. പരീക്ഷയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, ഇഹവും പരവും സംസാരിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ 3 ഒന്നാമത്തെ കാര്യം പ്ലാനിങ് ആണ്. 2 പ്രിപ്പറേഷൻ, 3 പ്രസൻറ്റേഷൻ. ഇതിനെ ചുരുക്കിയിട്ട് നമുക്ക് 3 P's എന്ന് വിളിക്കാം. പരീക്ഷയ്ക്ക് പ്ലാൻ ചെയ്യണം, പരീക്ഷ പ്രിപ്പയർ ചെയ്യണം, പരീക്ഷയെ പ്രസൻറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു 3 P'കൾ. ഈ 3 P'കൾ വളരെ പ്രധാനമാണ് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ. SLC പരീക്ഷയുടെ പടിവാതിലെത്തി നിൽക്കുന്ന സമയത്താണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ പരീക്ഷയെക്കുറിച്ച് ഒരിക്കലും ഒരു കുട്ടി ചിന്തിക്കേണ്ടത് പടിവാതിക്കലെത്തി നിൽക്കുന്ന സമയത്തല്ല. ഇഹത്തിലെ പരീക്ഷയാവട്ടെ പരത്തിലെ പരീക്ഷയാവട്ടെ, നമ്മൾ പരലോകത്തിൻ്റെ പരീക്ഷകളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മരിക്കാൻ നേരത്ത്, മരണം ആസന്നമാകുന്ന സമയത്ത്, മരണം തൊണ്ടക്കുഴിയിലെത്തുന്ന സമയത്ത് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് അബദ്ധമല്ലേ? ഇതേപോലെ തന്നെയാണ് ഇഹലോകത്തിലെ പരീക്ഷയും. പരീക്ഷ പടിവാതിലെത്തി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു മാസമാകുമ്പോൾ, ഈ മാർച്ച് മാസത്തിൻ്റെ അവസാനമാകുമ്പോൾ, ഫെബ്രുവരി മാസമാകുമ്പോൾ എല്ലാ സംഘടനകളും പരിപാടികളുമായിട്ട് ഇറങ്ങും പരീക്ഷയെ നേരിടേണ്ടത് എങ്ങനെ. ഇത് ഏറ്റവും അവസാനത്തിലെത്തുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ്. പരീക്ഷയെക്കുറിച്ചൊരു കുട്ടി ചിന്തിക്കേണ്ടത്, ഒരു വിദ്യാർത്ഥി പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, പരീക്ഷ നടക്കുന്ന കോഴ്സ് തുടങ്ങുന്ന തുടക്കത്തിലാണ്. SSLC പരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ SSLC ജൂൺ 1-ാം തീയതിയോ 2-ാം തീയതിയോ ആരംഭിക്കുമ്പോൾ അന്ന് മുതൽ തന്നെ കുട്ടി പരീക്ഷയെക്കുറിച്ച് ചിന്ത വേണം. ഒന്നാമത്തെ ദിവസം ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ അന്ന് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ മുതൽ അവസാനത്തെ സെൻഡ് ഓഫിൻ്റെ തലേ ദിവസം ടീച്ചർ പറയുന്ന കാര്യം വരെ പരീക്ഷയിലുണ്ടാകും. അപ്പോൾ ഈ പരീക്ഷ പ്ലാൻ ചെയ്യുക എന്നത് ഒരു കോഴ്സിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഒരു അനസ്യൂതമായ ഒരു പ്രക്രിയയാണ്. അതിനിടയിൽ അതുവരെ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ മൈൻഡ് ചെയ്യാതെ നടക്കുകയും അവസാനത്തിലെത്തുമ്പോൾ പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നത് മൗഢ്യമാണ്. അപ്പോൾ പരീക്ഷ, ഒന്നാമത്തെ കാര്യം പരീക്ഷൻ്റെ പ്ലാനിങ് ആണ്. പരീക്ഷ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യണം. ഇനി ഒരു കുട്ടി പഠിക്കാൻ തുടങ്ങുന്നത് ഓരോ ആളുകൾക്ക് ഓരോ സ്റ്റൈലാണ് പഠനത്തിന്. ചില കുട്ടി അവസാനത്തിലെത്തുമ്പോഴാണ് പഠിച്ചു തുടങ്ങുക. ആ കുട്ടി ഇതിനെ കൃത്യമായൊന്ന് പ്ലാൻ ചെയ്യണം. എത്ര ദിവസം ഇനി ബാക്കിയുണ്ട്, എന്തൊക്കെ വിഷയങ്ങൾ പഠിക്കാനുണ്ട്, എപ്പോഴൊക്കെയാണ് ഞാൻ പഠിക്കേണ്ടത്, ഇതൊക്കെ പരീക്ഷയുടെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ എത്ര സമയത്ത് എഴുന്നേൽക്കണം, രാവിലെ എപ്പോഴാണ് ഞാൻ എഴുന്നേൽക്കേണ്ടത്, സുബഹി കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കണോ, രാത്രി വൈകി ഞാൻ പഠിക്കണോ, അങ്ങനെയൊക്കെ വരുമ്പം ചില കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കാറ് എപ്പോൾ പഠിക്കുന്നതാണ് ഉത്തമം എന്ന് ചോദിക്കാറുണ്ട്. പരീക്ഷയെക്കുറിച്ചൊക്കെ സംസാരം വരുമ്പോൾ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ് ഏത് സമയത്ത് പഠിക്കുന്നതാണ് ഉത്തമം. അങ്ങനൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. 24 മണിക്കൂറിൽ എപ്പോഴും പഠിക്കുന്നത് ഉത്തമമാണ്. ഉത്തമമായ ഒരു സമയമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില കുട്ടികൾക്ക് നേരം വെളുത്ത് സുബഹി നിസ്കരിച്ചതിന് ശേഷം ഇരിക്കുമ്പോൾ കൂടുതൽ പഠിക്കാൻ കഴിയുന്നുവെങ്കിൽ ആ കുട്ടി മനസ്സിലാക്കുക ആ കുട്ടിയുടെ സമയം അതാണ്.
ചില കുട്ടികൾക്ക് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് പഠിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഉത്തമമായൊരു സമയം ഏതാണെന്ന് ചോദിച്ചാൽ സുബഹിക്ക് ശേഷം എന്ന് പറയാൻ പറ്റൂ. പക്ഷേ എപ്പോഴാണോ നിങ്ങൾക്ക് പഠിച്ചാൽ മനസ്സിലാകുന്നത് ആ സമയം ഒരു കുട്ടി പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഈ സമയത്തെയും വിഷയത്തെയും കൃത്യമായി പ്ലാൻ ചെയ്യലാണ് പരീക്ഷ എന്ന് പറയുന്നതിൻ്റെ പ്ലാനിങ്ങിൽ വരുന്നത്. കൃത്യമായി പ്ലാൻ ചെയ്തൊരു കുട്ടി ഏതിലും ആ കുട്ടി വിജയിക്കും. നമ്മൾ പരലോകത്തിനെ കുറിച്ച് കൃത്യമായൊരു കുട്ടി പ്ലാൻ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ആ കുട്ടി പരലോകത്ത് വിജയിക്കുന്ന പോലെ ഈ ഇഹലോകത്ത് കുട്ടി പ്ലാൻ ചെയ്താൽ ഇഹലോകത്തെ പരീക്ഷയിലും കുട്ടി വിജയിക്കും. പ്ലാനിങ് ഈസ് എസെൻഷ്യൽ ഫോർ എക്സാമിനേഷൻ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഞാൻ അവിടെ ചുരുക്കി അവസാനിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം പരീക്ഷയുടെ പ്രിപ്പറേഷനാണ്. എങ്ങനെയാണ് ഇതിനെ പ്രിപ്പയർ ചെയ്യേണ്ടത്? പ്രിപ്പയർ ചെയ്യുക എന്നത് വലിയൊരു പണിയാണ്. പ്രിപ്പറേഷനിലാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കണം. അപ്പോൾ പരീക്ഷ നമ്മൾ ഇന്ന ദിവസം പരീക്ഷയുണ്ട്, ഇന്ന വിഷയങ്ങൾ പഠിച്ചു തീർക്കാണ്ടൊക്കെ പ്ലാൻ ചെയ്തതാണ്. ഇനി അത് ഓരോന്നോരോന്നായി പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പറേഷനെ കുറിച്ച് പറയുമ്പോൾ പ്രിപ്പറേഷനിൽ ഏറ്റവും പ്രധാനമായ കാര്യം, നമ്മൾ ഒരു കാര്യം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഒരു സർവേ പോലെ ഒരു കാര്യം നടത്തണം. ഞാൻ അതിനെ ഒന്നുകൂടി വിശദീകരിക്കാം. ഉദാഹരണമായി 10ാം ക്ലാസ്സിലെ പരീക്ഷയാണ് നമ്മൾ എഴുതുന്നത് എങ്കിൽ ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ ഒന്നാമത്തെ പാഠം പഠിക്കുന്ന കുട്ടി ഒന്നാമത്തെ പാഠത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് ആദ്യം ഒരു സർവേ നടത്തണം. അപ്പോൾ ഇത്ര കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ സാമ്രാജ്യത്വം പഠിക്കണം, സാമ്രാജ്യത്വം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പഠിക്കണം, ദേശീയത പഠിക്കണം, ദേശീയതയുടെ തരങ്ങൾ പഠിക്കണം, ഒന്നാലക മഹായുദ്ധം പഠിക്കണം, മഹായുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങൾ പഠിക്കണം, ഫലങ്ങൾ പഠിക്കണം, ഐക്യരാഷ്ട്ര സംഘം രൂപീകരിച്ചത്, ലീഗ് ഓഫ് നാഷൻസ് രൂപീകരിച്ചതിനെ കുറിച്ച് പഠിക്കണം. ഇത്രയും പഠിച്ച ഒന്നാമത്തെ പാഠത്തിൽ. അപ്പോൾ ഒന്നാമത്തെ പാഠത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അതിന് സർവേ നടത്തി. അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ എന്താ ഉള്ളത്? ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതോടുകൂടി ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞു. പ്രിപ്പറേഷൻ്റെ ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ കുട്ടി പ്രിപ്പറേഷന് വേണ്ടി റെഡിയാണ്, എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി എന്താ വേണ്ടത്? രണ്ടാമത്തെ ഘട്ടത്തിൽ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലക്ഷ്യം. ഒന്നാമത്തെ ലക്ഷ്യം എന്താ? ഇത്രയും കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. അതൊന്നുകിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പുസ്തകത്തിൽ എഴുതാം, ഇതൊക്കെ പഠിക്കാനുള്ള പോയിന്റുകളാണ് എന്ന് കൃത്യമായിട്ട് എഴുതാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ പണി എന്താ? ഓരോന്നിനും ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. എങ്കിൽ ആദ്യത്തെ സാമ്രാജ്യത്വം എന്ന സാധനം പഠിക്കുമ്പോൾ അതിൽ ഞാൻ എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്താണ് സാമ്രാജ്യത്വം, അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചു നോക്ക് നിങ്ങൾ. ഞാൻ ഹിസ്റ്ററിയുടെ ഉദാഹരണം പറയുന്നത് 10ാം ക്ലാസ്സിലെ കുട്ടിയാവട്ടെ മറ്റ് കുട്ടികളാവട്ടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പറയുക ഹിസ്റ്ററിയെ സംബന്ധിച്ചാണ്. അപ്പം ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടി ഹിസ്റ്ററിയോട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടത് എന്താണ് ഈ സാമ്രാജ്യത്വം, ഇതുണ്ടാക്കിയ പ്രശ്നം എന്തൊക്കെയാണ്, ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ അത് ഉണ്ടായത്, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഈ കുട്ടി ചോദിച്ചിട്ട് ഈ അവൻ എഴുതി വെച്ച ഓരോരോ കാര്യത്തെയും അവൻ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പഠിച്ചാൽ ഇതേ ചോദ്യം പരീക്ഷയ്ക്കും വരുള്ളൂ. പരീക്ഷ എഴുതുന്ന കുട്ടിയോട് അങ്ങനെ ചോദിക്കുക, ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണം എന്താ, ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്താ, ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ ഉത്തരം ഉണ്ടാവും. അല്ലാതെ നമ്മൾ വളരെ പ്ലെയിൻ റീഡിങ്ങിലൂടെ നമ്മൾ വായിക്കാൻ ശ്രമിച്ചാൽ മനസ്സിലൊന്നും ബാക്കിയാവാതെ പെട്ടെന്ന് മനസ്സൊഴിഞ്ഞു പോകും. മനസ്സിൽ നിൽക്കണമെങ്കിൽ ഈ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് ഒന്നാമത്തെ എൻ്റെ ഒബ്ജക്റ്റീവ് ഇത് പഠിക്കലാണ് എന്ന് സെറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് സമയം അതിന് കണ്ട് 20 മിനിറ്റ് കൊണ്ട് ഞാൻ സാമ്രാജ്യത്വവും ഒന്നാം ലോകമായതും പഠിക്കുമെന്നൊരു കുട്ടി മനസ്സിൽ സെറ്റ് ചെയ്താൽ, ഇനി മൈൻഡ് സെറ്റ് എന്ന് വിളിക്കാം നമുക്ക്. ഈ മൈൻഡ് സെറ്റ് ചെയ്ത ആ കുട്ടിക്ക് വൃത്തിയായിട്ട് കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റും. അപ്പോൾ കുട്ടിയുടെ പ്രിപ്പറേഷൻ അവിടെ തീരുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മൾ ഈ എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ അത് പ്രസൻറ്റേഷനാണ്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യം 3 P's ആർ ദെയർ: പ്ലാനിങ്, പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ. അപ്പം അടുത്ത ചോദ്യം ചോദിക്കുന്നത് വിച്ച് പി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്? ഓൾ ദീസ് 3 P's ആർ ഇമ്പോർട്ടൻറ്റ്. വിച്ച് പി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്? ഈസ് ഇറ്റ് പ്ലാനിങ്, പ്രിപ്പറേഷൻ ഓർ പ്രസൻറ്റേഷൻ? അതിൻ്റെ ഉത്തരം, ഒരു കുട്ടി കൃത്യമായി പ്ലാൻ ചെയ്ത് വെച്ചു എന്ന് കരുതുക, അതുകൊണ്ട് മാത്രം ആ കുട്ടിക്ക് വിജയം കൊയ്യാൻ കഴിയില്ല. ഒരു കുട്ടി പ്രിപ്പയർ ചെയ്തു എന്ന് കരുതുക, ദിവസങ്ങളോളം പ്രിപ്പയർ ചെയ്തു എന്ന് കരുതുക, ആ കുട്ടിക്കും സ്കോർ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അത് എഞ്ചിനീയറിങ്ങിൻ്റെ പരീക്ഷയാവട്ടെ, മെഡിക്കൽ പരീക്ഷയാവട്ടെ, ഏതൊരു പരീക്ഷയുമാവട്ടെ, ഒരു മത്സരമാവട്ടെ, പ്രസംഗ മത്സരമാവട്ടെ, ഏതുമാവട്ടെ, ഈ കുട്ടി പ്ലാനിങ്ങും പ്രിപ്പറേഷനും നന്നായതുകൊണ്ട് മാത്രം ഈ കുട്ടിക്ക് ഗ്രേഡ് കിട്ടിക്കൊള്ളണമെന്നോ സ്ഥാനം കിട്ടിക്കൊള്ളണമെന്നോ ഇല്ല. അപ്പോൾ ചോദ്യത്തിന് ഉത്തരം കിട്ടി. വിച്ച് പി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്? ഇറ്റ് ഈസ് പ്രസൻറ്റേഷൻ. പരീക്ഷ നന്നായിട്ട് പഠിച്ച കുട്ടിയല്ല നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഈ
പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ഇത് ശ്രദ്ധിക്കണം. നന്നായി പഠിച്ച കുട്ടിക്കല്ല നല്ല സ്കോറും മാർക്കും കിട്ടുക. തീർച്ചയായും നന്നായി പഠിച്ചതിനെ പ്രസൻറ്റ് ചെയ്ത കുട്ടിക്ക് തന്നെയാണ്. ഒരു പ്രസംഗ മത്സരത്തിൽ നന്നായി പ്ലാൻ ചെയ്തതല്ലല്ലോ നമ്മൾ ശ്രദ്ധിക്കുന്നത്, അവൻ്റെ പ്രിപ്പറേഷൻ അല്ലല്ലോ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ആരാണോ പ്രസംഗവേദിയിൽ മികച്ച പ്രസംഗം കാഴ്ചവെച്ചത്, പ്രസൻറ്റ് ചെയ്തത്, ആരാണോ പെർഫോം ചെയ്തത്, അയാൾക്കല്ലേ പ്രൈസ് കിട്ടുക. ഇതേ കാര്യം തന്നെയാണ് പരീക്ഷയ്ക്കും. ഒരു കുട്ടി പരീക്ഷാ ഹാളിൽ ഇരുന്നിട്ട് പരീക്ഷ പേപ്പറിലേക്ക് അവൻ പഠിച്ചതും പ്ലാൻ ചെയ്തതും എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നുവോ ആ പ്രസൻറ്റേഷനാണ് കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കും ഗ്രേഡും വാങ്ങാനുള്ള മാർഗം എന്നറിയണം. അതുകൊണ്ട് പരീക്ഷയുടെ ഏറ്റവും പ്രധാനം പരീക്ഷയുടെ പ്രസൻറ്റേഷനാണ് എന്നും ഓർത്തു വെക്കണം. അതുകൊണ്ട് എപ്പോൾ പഠിക്കുമ്പോഴും 3 Pകളിൽ പരീക്ഷയുടെ പ്രസൻറ്റേഷനെ കുറിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഏത് പരീക്ഷ, ഏറ്റവും ഉയർന്ന പരീക്ഷയായ IAS പരീക്ഷയാവട്ടെ, എല്ലാ പരീക്ഷ എഴുതുമ്പോഴും കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത് ഈ 3 Pകളിൽ പ്രസൻറ്റേഷനെ കുറിച്ചാണ്. പഠിക്കാനിരിക്കുമ്പോൾ മനസ്സിലേക്ക് വരേണ്ടത് ഇത് ഞാൻ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുമെന്നതാണ്. ഒരു പ്രസംഗം പഠിക്കുന്ന കുട്ടി, ഒരു പാട്ട് പഠിക്കുന്ന കുട്ടി, ഓടാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടി, അവന് മനസ്സിലെപ്പോഴും ഉണ്ടാവേണ്ടത് എങ്ങനെ മികച്ച ഓട്ടം ട്രാക്കിലിറങ്ങി ഓടാമെന്നതാണ്. ഇതേപോലെ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും മികച്ച രീതിയിൽ എങ്ങനെ ഈ പഠിച്ചതിനെ വളരെ കൂളായി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് ഈ കുട്ടി മനസ്സിലാക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അറിയുക പരീക്ഷ മനോഹരമായിട്ട് നമുക്ക് എഴുതാൻ കഴിയുക. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, 3 Pകളിൽ പ്രസൻറ്റേഷനാണ് ഏറ്റവും പ്രധാനം. എന്നാൽ പ്ലാനിങ് വേണം, പ്രിപ്പറേഷൻ വേണം, പ്രസൻറ്റേഷൻ വേണം. ഇനി നമ്മൾ പരീക്ഷയെക്കുറിച്ചുള്ള മറ്റു ചില കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ചില ആളുകൾക്ക് പരീക്ഷ ഹാളിൽ കയറുമ്പോൾ പേടി, പരീക്ഷയെ എഴുതുമ്പം പേടി. ഒരുപാട് ചോദ്യങ്ങൾ ഈ പരീക്ഷയെ സംബന്ധിച്ച് ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളുടെ ഭാഗത്തു നിന്ന് വരാറുണ്ട്. പരീക്ഷയ്ക്ക് പോകുമ്പം കയ്യും കാലും ഒക്കെ ആകെ വിറയ്ക്കുന്നു, ചില കുട്ടികൾ വേർത്തൊലിക്കുന്നു, ചില കുട്ടികൾക്ക് നെർവസ് ആവുന്നു, ബോധം കെട്ട് വീഴുന്ന കുട്ടി വരെയുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു 7ാം ക്ലാസ്സിൽ CBSE പരീക്ഷ എഴുതുന്ന ഒരു പെൺകുട്ടി പരീക്ഷാ ഹാളിൽ ബോധം കെട്ട് വീണ് കുട്ടിയെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കുട്ടിയുടെ എക്സാം എഴുതുമ്പോഴാണ് ആസ്പത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർമാർ ഡ്രിപ്പൊക്കെ ഇട്ട് ബോധമൊക്കെ തെളിഞ്ഞപ്പോൾ കുട്ടിയാകെ ബേജാറിലാണ്. അപ്പോൾ ഈ കുട്ടിക്ക് നാളെ വേറെ പരീക്ഷയുണ്ട്. കുട്ടി ഉണ്ടെന്നപ്പോൾ ചോദിക്കുന്നത് പരീക്ഷ കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഇനിയും ടെൻഷൻ കൂടുകയാണ്, കാരണം പരീക്ഷകൾ ഇനിയും ബാക്കിയുണ്ട്. കുട്ടിക്ക് ആകെ പേടിയായി. പിന്നെ കുട്ടിക്ക് ഡോക്ടർമാർ ടെൻഷൻ കുറയ്ക്കാനുള്ള മരുന്നൊക്കെ കൊടുത്ത് കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബോധം കെട്ട് വീഴാനും പേടിക്കാനോ എന്നുള്ള സാധനമല്ല. പരീക്ഷയെ എങ്ങനെ നേരിടാം എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ്. പരീക്ഷയെ ആരും നേരിടണ്ട, കാരണം പരീക്ഷ ആരും ഒന്നും ചെയ്യുന്നില്ല. അത്രയ്ക്ക് സിമ്പിളായൊരു സാധനമാണ് പരീക്ഷ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, പരീക്ഷയെ പേടിയുള്ള കൂട്ടുകാർ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 3 Pകളിൽ പ്രസൻറ്റേഷൻ മനോഹരമാവാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പരീക്ഷ പേടി. പേടിയുള്ളൊരു കുട്ടിക്ക് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും പരീക്ഷ വൃത്തിയായി പ്രസൻറ്റ് ചെയ്യാൻ കഴിയില്ല. ഞാൻ അതൊന്നുകൂടി ഉറപ്പിച്ച് പറയുന്നു. ഓട്ടമത്സരത്തിന് പങ്കെടുക്കാൻ നിൽക്കുന്ന ഒരു കുട്ടിക്ക്, പങ്കെടുക്കാനുള്ള ഒരു മനുഷ്യന്, അല്ലെങ്കിൽ പ്രസംഗ മത്സരത്തിന് പങ്കെടുക്കാനുള്ള ഒരു മനുഷ്യന് പേടിയുണ്ടെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും ആ കുട്ടി ആ മേഖലയിൽ ആ കുട്ടിക്ക് മുന്നേറാൻ കഴിയില്ല. പരീക്ഷ ഇങ്ങനെ തന്നെയാണ്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ പഠിച്ചതിനെ നമ്മൾ പേപ്പറിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നു. ഈ സമയത്തുണ്ടാകുന്ന പേടി തീർച്ചയായും പരീക്ഷയുടെ മൊത്തത്തിലുള്ള എല്ലാറ്റിനെയും അത് ബാധിക്കും. അതുകൊണ്ട് പേടിയോട് കൂടിയല്ല പരീക്ഷയെ നമ്മൾ നേരിടേണ്ടത്. മറിച്ച് പരീക്ഷയെ നേരിടുമ്പോൾ നമുക്ക് വേണ്ട സാധനം ഒന്ന് ആത്മവിശ്വാസമാണ്, കോൺഫിഡൻസാണ്. ആത്മവിശ്വാസം എന്നത് വളരെ വളരെ പ്രധാനമാണ്. ലോകത്തെ എവിടെയും നമുക്ക് വേണ്ടത് ഈ ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം കൈമുതലായുള്ളൊരു മനുഷ്യന് മാത്രമേ എന്തും ഏതും പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരീക്ഷ എങ്ങനെ നേരിടാമെന്നും എങ്ങനെ എഴുതണമെന്നും പരീക്ഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഓർക്കേണ്ടത്, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള ആത്മവിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വെൽ പ്രിപ്പയർഡ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വെൽ പ്ലാൻഡ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഐ ആം വെൽ പ്രിപ്പയർഡ് ആൻഡ് വെൽ പ്ലാൻഡ്. ദെൻ ഐ ഹാവ് ദ കോൺഫിഡൻസ് ടു ഫേസ് യു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പരീക്ഷ കൃത്യമായി പ്ലാനും പ്രിപ്പയറും ചെയ്ത ഒരാളെ സംബന്ധിച്ച് ആത്മവിശ്വാസമാണ് ആ കുട്ടിക്ക് അടുത്തത് വേണ്ടത്. അപ്പോൾ ആത്മവിശ്വാസം ഇല്ലാതെയാകുമ്പോൾ പരീക്ഷ ഒരു പേടിയായി മനസ്സിലവശേഷിക്കും.
പേടി മനസ്സിലുള്ള കുട്ടിക്ക് ഒന്നും പ്രസൻറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് പരീക്ഷയിലും കുട്ടി പിറകോട്ട് പോകും. നേരം വെളുക്കുന്നവരെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് കഷ്ടപ്പെട്ട് ഉറക്കൊഴിഞ്ഞ് കൂടെ ഉമ്മയും ബാപ്പയും ഉറക്കൊഴിഞ്ഞ് അവസാനം പരീക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ മാർക്ക് കുറഞ്ഞ് കരച്ചിലും പിഴിച്ചിലും ആത്മഹത്യാ ശ്രമവും ഒക്കെ നടത്തുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ കുട്ടി പ്രിപ്പയർ ചെയ്തു, കുട്ടി പ്ലാൻ ചെയ്തു, പക്ഷേ കുട്ടി പ്രസൻറ്റേഷൻ്റെ സമയത്ത് കുട്ടിക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. ആത്മവിശ്വാസം എന്നാൽ കട്ട് ചെയ്ത് വായിച്ചാൽ അതിൻ്റെ കാര്യം മനസ്സിലാവും. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ സ്വയം മരിക്കുകയാണ്. ആത്മവിശ്വാസം എന്നത് സ്വയം വിശ്വാസമാണ്. എനിക്ക് എന്നെ വിശ്വാസം, അതിനെ പറയുന്ന പേരാണ് ആത്മവിശ്വാസം. അപ്പോൾ എനിക്ക് എന്നെ വിശ്വാസം വേണം. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് എന്നെ വിശ്വാസം വേണം. എന്നെക്കൊണ്ട് പറ്റുമോ എന്ന ഒരു ക്വസ്റ്റ്യൻ മതി എൻ്റെ ആത്മവിശ്വാസത്തെ തകർക്കാൻ. പരീക്ഷയ്ക്ക് പഠിച്ചൊരു കുട്ടി, കെമിസ്ട്രി പഠിച്ചൊരു കുട്ടി കെമിസ്ട്രി ഒക്കെ പഠിച്ച് പരീക്ഷയ്ക്ക് ഇറങ്ങുമ്പോൾ ഈ പടച്ചോനെ ഞാൻ പഠിച്ചതൊക്കെ വരുമോ എന്ന ഒരൊറ്റ ചോദ്യം മതി ഈ കുട്ടീൻ്റെ ആത്മവിശ്വാസത്തെ തകർക്കാൻ. ഓടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു മനുഷ്യൻ വെടിയൊച്ച മുഴങ്ങാൻ വേണ്ടി കാതോർക്കുമ്പോൾ അയാളുടെ മനസ്സിലേക്ക് ഞാൻ ഈ ഓട്ടത്തിൽ തോൽക്കോ അല്ലെങ്കിൽ എനിക്ക് ഓടിയെത്താൻ പറ്റുമോ, ഞാൻ തെന്നി വീഴുമോ എന്ന് വിചാരിച്ചാൽ അയാളുടെ ആത്മവിശ്വാസം പോയി. ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ, ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ, ഒരു കാര്യം പെർഫോം ചെയ്യുമ്പോൾ വിജയം മാത്രമേ മനസ്സിലുണ്ടാകാവൂ. വിജയം മാത്രം മനസ്സിലുണ്ടാകുമ്പോൾ എന്ത് കാര്യത്തെയും ഏത് പ്രതിസന്ധിയെയും നമുക്ക് കൃത്യമായിട്ട് നേരിടാൻ പറ്റും. നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഇസ്ലാമിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്ക്. നിങ്ങൾ ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു ഗോളുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അത് സ്വർഗ്ഗമാണ്. സ്വർഗം കിട്ടണം എന്ന ലക്ഷ്യം ഈ സഹാബാക്കളുടെ മനസ്സിലുണ്ടായപ്പോൾ അവരുടെ പെർഫോമൻസ് നിങ്ങളൊന്ന് നോക്ക്, ചരിത്രം എടുത്ത് വായിച്ച് നോക്കി അവരുടെ പെർഫോമൻസ് കാണാം. മണിയറയിൽ കല്യാണം കഴിച്ച് ഭാര്യ ഒന്നിച്ച് ആദ്യ രാത്രിയിൽ, ആ സുന്ദരമായ രാത്രിയിൽ കട്ടിലിൽ ഭാര്യൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ യുദ്ധത്തിന് വേണ്ടി നബിയുടെ വിളിയുണ്ട് എന്ന് കേട്ടപ്പോൾ ആദ്യ രാത്രിയാണ്, തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, ഒരുപാട് ആനന്ദങ്ങൾ കിട്ടാനുണ്ട് എന്നതൊക്കെ ഇട്ടിട്ട് ഈ മനുഷ്യൻ ഭാര്യയോട് സലാം പറഞ്ഞ് നമുക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ ഷഹീദായില്ലെങ്കിൽ കാണാമെന്നും അല്ലെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് കൂടിച്ചേരാമെന്നും പറഞ്ഞിട്ട് ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകണമെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആത്മവിശ്വാസമാണ്. ഈ ആത്മവിശ്വാസം നൽകലാണ്, ഈ കിട്ടലാണ് ഏതൊരു പെർഫോമൻസിനെ. അതുകൊണ്ടാണ് പെർഫോമൻസ് 313 പേരടങ്ങിയ ഒരു സംഘം 2000-ൽ പരം പേരടങ്ങിയ മറ്റൊരു സംഘത്തെ തോൽപ്പിച്ച് ഇസ്ലാമിൻ്റെ ചരിത്രമുണ്ടായത് അവിടെ ആത്മവിശ്വാസമുള്ളത് കൊണ്ടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബകൾക്ക് പറഞ്ഞു കൊടുത്തത് ഈ ആത്മവിശ്വാസമാണ്. അധ്യാപകൻ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ആത്മവിശ്വാസമാണ്. കുട്ടികൾ ആർജിക്കേണ്ടത് ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസമില്ലാത്തൊരു തലമുറ ഒരു നാടിൻ്റെ ശാപമാണ്, ഒരു സംഘടനയുടെ ശാപമാണ്, ഒരു വീടിൻ്റെ ശാപമാണ്. അവിടെ കുട്ടിക്ക് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ വിജയം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മനസ്സിലാക്കണം, നമ്മുടെ പടിവാതിക്കലെത്തും. അപ്പോൾ പരീക്ഷയെ പേടിച്ച് നേരിടേണ്ട ഒന്നേ അല്ല എന്നും അത് ആത്മവിശ്വാസത്തോടെയും വളരെ പോസിറ്റീവായ ചിന്തയോടും കൂടി നേരിടേണ്ടതാണെന്നും നമ്മൾ ചിന്തിക്കണം. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഈ ടോപ്പിക്ക് ഞാൻ അവസാനിപ്പിക്കാം. ഒരു കുട്ടി ആത്മവിശ്വാസമുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമല്ല എന്ന് കുട്ടിക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി വളരെ മനോഹരമായിട്ട് പരീക്ഷ എഴുതും. എന്തൊക്കെയാണ് കുട്ടിക്കുള്ളത്? ആത്മവിശ്വാസമുണ്ട്, കുട്ടി പോസിറ്റീവായി ചിന്തിക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുമെന്നും എനിക്ക് കഴിയുമെന്നും ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ മനസ്സിലാക്കുക, കഴിവുകൾ അറിഞ്ഞു വെക്കുക. മുമ്പ് കഴിഞ്ഞ പരീക്ഷയിലെ മാർക്കും നേട്ടങ്ങളെയും കുറിച്ച് ചിന്തിക്കുക. പരീക്ഷയ്ക്ക് പോകാൻ നേരത്ത്, പെർഫോം ചെയ്യാൻ നേരത്ത് ഏറ്റവും പ്രധാനം ഇതാണ്. ഓടാൻ നിൽക്കുന്ന ഒരു വ്യക്തി മുൻ കഴിഞ്ഞ ഓട്ടത്തിലെ വിജയത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കേണ്ടത്. ഈ ഓട്ടം പരാജയപ്പെടുമോ എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായും അത് അയാളുടെ പ്രകടനത്തെ, പെർഫോമൻസിനെ, അയാളുടെ പ്രസൻറ്റേഷനെ ബാധിക്കും. അതുകൊണ്ട് കൂട്ടുകാർ, പരീക്ഷയെ നേരിടുന്ന കൂട്ടുകാർ ഓർക്കേണ്ടത് ഇത് പറ്റുമെന്നും മുൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ എഴുതിയിട്ടുണ്ടെന്നും എനിക്ക് മാർക്ക് കിട്ടുമെന്നും ഞാനൊരു മോശം കുട്ടിയല്ല എന്നും ഒരു ആത്മവിശ്വാസം മനസ്സിലുണ്ടാക്കണം. ഒരിക്കലും പേടിയോട് കൂടി പരീക്ഷയെ നേരിട്ടാൽ ഒരു പരീക്ഷയും കൂട്ടുകാർക്ക് എഴുതാൻ കഴിയില്ല. ഇത് SLC കുട്ടികളോട് മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത്. MBBSന് പഠിക്കുന്ന കുട്ടിയെ കൊണ്ട് കൗൺസിലിങ്ങിന് വരുന്നു. അവർ ചോദിക്കുന്നു, ഈ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ പേടിയാണ് സാർ എന്ന് പറയുന്നു. ധൈര്യമില്ലാത്ത കൂട്ടുകാർക്ക് എങ്ങനെയാണ് ജീവിതത്തെ നേരിടാൻ പറ്റുക? അപ്പോൾ ആത്മവിശ്വാസം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഉണ്ടാക്കിയെടുത്താൽ പരീക്ഷയോടുള്ള പേടിയെ നമുക്ക് വ്യക്തമായി നേരിടാമെന്ന ബോധം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അറിഞ്ഞിരിക്കണം. പരീക്ഷയെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വരിക
ഓർമ്മയാണ്. കുട്ടികൾ പറയും ഓർമ്മ നിൽക്കുന്നില്ല, പഠിച്ചത് മറന്നു പോകുന്നു. നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്, പക്ഷേ പരീക്ഷ ആകുമ്പോൾ അതൊന്നും മനസ്സിലില്ല. ഈ പ്രശ്നം ഏകദേശം ഒരു 90% കുട്ടികളും പഠിക്കുന്ന കുട്ടികളും പറയുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഓർമ്മ കിട്ടാത്തത്? കൂട്ടുകാരൊന്ന് ആലോചിക്കണം, പരീക്ഷ എത്താൻ പോകുന്നവർ ആലോചിക്കണം, ഓർമ്മക്ക് എന്താ നമുക്ക് പറ്റുന്നത്? എത്ര സിനിമാ പാട്ടുകൾ, മാപ്പിളപ്പാട്ടുകൾ, ഹിന്ദി പാട്ടുകൾ, വേറെ കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഓർമ്മ വെക്കാൻ കഴിയുന്നു. പഠിക്കുന്നത് മാത്രം ഓർമ്മ വെക്കാൻ കഴിയില്ല. അപ്പോൾ ഓർമ്മക്കാണോ പ്രശ്നം? അല്ല. ഓർമ്മക്ക് പ്രശ്നമുണ്ടെങ്കിൽ അംനീഷ്യ പോലെയുള്ള രോഗങ്ങളുള്ളവർ എല്ലാം മറന്നു പോകും, അത് രോഗമാണ്. ഷിമേഴ്സ് പോലെയുള്ളവർ കൂടുതൽ മറന്നു പോകും, അതൊരു രോഗമാണ്. പക്ഷെ നമുക്ക് ഈ രോഗമുണ്ടോ? രോഗം ഉണ്ടെങ്കിൽ നമ്മളൊന്നും ഓർമ്മ കിട്ടില്ല. ഇതാ ബാക്കിയെല്ലാം ഓർമ്മയുണ്ട്, പഠിച്ച കാര്യം മാത്രം ഓർമ്മയില്ല എന്നത് ഓർമ്മയുടെ പ്രശ്നമല്ല, അത് നിങ്ങളുടെ പ്രശ്നമാണ്. അവിടെ എന്താ പ്രശ്നം? ഒരു സാധനം നമ്മുടെ മനസ്സിൽ ഓർമ്മയായി നിൽക്കാൻ നമുക്ക് വേണ്ടത്, പ്രധാനമായും വേണ്ടത് താല്പര്യമാണ്. താല്പര്യമുണ്ടെങ്കിൽ ആ കാര്യം നമ്മുടെ മനസ്സിൽ നിൽക്കും. താല്പര്യമില്ലാത്തൊരു കാര്യം മനസ്സിൽ നിൽക്കില്ല. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. കാറ് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ളൊരു കുട്ടി, കാറിന് താല്പര്യമുള്ളൊരു കുട്ടി, ഏത് കാറ് കണ്ടാലും ആ കുട്ടിക്ക് ആ കാർ ഏതാണെന്നും അതിൻ്റെ വില എത്രയാണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും കുട്ടി പറയും. 8 പഠിക്കുന്ന കുട്ടി കാറിൻ്റെ ക്രേസുള്ളൊരു കുട്ടി, കാറിനെക്കുറിച്ച് എല്ലാ കുട്ടിക്കും അറിയാം. ബൈക്കിൻ്റെ ക്രേസുള്ള കുട്ടി, ബൈക്കിനെ കുറിച്ചെല്ലാം കുട്ടിക്കറിയാം, അതെല്ലാം കുട്ടിക്ക് ഓർമ്മയുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ക്രിക്കറ്റ് പ്ലെയേഴ്സിൻ്റെ ഓർഡർ അവന് ഓർമ്മയുണ്ട്, പേരോർമ്മയുണ്ട്, വയസ്സോർമ്മയുണ്ട്, റെക്കോർഡുകൾ ഓർമ്മയുണ്ട്, ഓരോ കളിക്കാരനെ അവനറിയാം, ഫുട്ബോളിൻ്റെ കാര്യങ്ങൾ അവനറിയാം. അപ്പോൾ ഇതൊക്കെ കുട്ടിയെ സംബന്ധിച്ച്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മനസ്സിൽ നിൽക്കൂ. ഒന്നാമത്തെ കാര്യം താല്പര്യമാണ്. താല്പര്യം കൂടുമ്പോൾ എന്താ സംഭവിക്കുക? സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് താല്പര്യമുണ്ടാകും. പിന്നെന്താ ഉണ്ടാവുക? ആ കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. താല്പര്യം വേണം, ശ്രദ്ധ വേണം, ഉപയോഗിക്കണം. ഇത് 3 ഉണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മറക്കില്ല. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരീക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇതെന്തുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത്? കാരണം എനിക്ക് ഈ വിഷയങ്ങൾ താല്പര്യമുണ്ട്, എനിക്ക് ഈ വിഷയങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്ക് ഈ വിഷയം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത്തരമൊരു കാര്യം ഒരിക്കലും മറന്നു പോവില്ല. നിങ്ങളും അങ്ങനെയാണ്, ഒരിക്കലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മറന്നു പോവില്ല. പഠിക്കുന്നൊരു കുട്ടിയെ സംബന്ധിച്ച് ഈ കുട്ടി ആദ്യം വേണ്ടത് താൻ പഠിക്കുന്ന സബ്ജക്റ്റിൽ ഒരു താല്പര്യം ഉണ്ടാക്കുക എന്നത് വളരെ പ്രധാനമാണ്. മിക്കവാറും കുട്ടികൾക്കൊക്കെയുള്ള ചിന്ത എന്തിനാ പഠിക്കുന്നത്? ചില കുട്ടികൾ ചോദിക്കും എന്താ ഇപ്പോൾ പഠിച്ചിട്ട്? അവിടെ അയാൾ പഠിച്ചിട്ടാണോ പണം ഉണ്ടാക്കിയത്? ഈ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരാളുണ്ട്, അയാൾ മീൻ കച്ചവടം ചെയ്തിട്ടല്ലേ പണം ഉണ്ടാക്കിയത്? അയാൾ സ്കൂളിൽ പോയിട്ടുണ്ടോ? സ്കൂളിൽ പോയവരൊക്കെ നന്നായിട്ടുണ്ടോ? ഇങ്ങനെ ഒരുപാട് ഇതിന് ഒരുമിച്ച് നമുക്ക് നെഗറ്റീവ് തോട്ട്സ് എന്ന് വിളിക്കാം. മനസ്സിലേക്ക് എപ്പോഴാണോ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നത്, അപ്പോൾ ഒരു മനുഷ്യൻ അവിടെ നിന്ന് നശിക്കാൻ തുടങ്ങും. അത് മറ്റു കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പഠിച്ചവനുണ്ടോ, എന്താ ഇപ്പം ഇങ്ങനെ നിസ്കരിച്ചിട്ട്, നോമ്പ് പോയിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ പള്ളിയിൽ പോയിട്ട് എന്നും ഇങ്ങനെ നിസ്കരിച്ച് ഇങ്ങനെ നടന്നിട്ട് ഇപ്പോൾ സിനിമ കാണാതെ പാട്ട് കേൾക്കാതൊക്കെ നടന്നിട്ട് എന്താ കാര്യം? ഇങ്ങനെ ചിന്തിച്ചാൽ അതൊരു നെഗറ്റീവ് ചിന്തയാണ്. നെഗറ്റീവ് ചിന്ത ഇഹത്തിലും പരത്തിലും മനുഷ്യനെ നശിപ്പിക്കും. അപ്പോൾ പരീക്ഷ എന്ന കുട്ടിയെ സംബന്ധിച്ച് എന്തിനാ പരീക്ഷ, ഇതിപ്പോൾ എഴുതിയിട്ടെന്താ, ജസ്റ്റ് പാസ്സായ പോലെ തുടങ്ങിയ ചിന്തകൾ ഈ കുട്ടിയെ സംബന്ധിച്ച് ഈ കുട്ടിയുടെ ഓർമ്മയുടെ നിലവാരം കുറയ്ക്കും. അപ്പോൾ കുട്ടിക്ക് ഓർമ്മ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും കുട്ടി മറന്നു പോകും. അപ്പോൾ എന്തുകൊണ്ട് മറന്നു പോകുന്നു എന്നതിൻ്റെ വളരെ ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന വിഷയത്തിൽ താല്പര്യമുണ്ടാക്കുക, പഠിക്കുന്ന വിഷയം ശ്രദ്ധിക്കുക, പഠിക്കുന്ന വിഷയം ഉപയോഗിക്കുക ചെയ്താൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മനസ്സിലാക്കി വെക്കണം, നമ്മുടെ ഓർമ്മക്കൊന്നും പറ്റില്ല. പിന്നെ ചില തന്ത്രങ്ങൾ, ചിലത് പഠിക്കുമ്പോൾ ചില തന്ത്രങ്ങൾ ഉപയോഗിച്ചാലും ഓർമ്മ കിട്ടാം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. വിബ്ജിയോർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വിബ്ജിയോർ എന്നത് ഒരു വാക്കല്ല, അത് മഴവില്ലിലെ നിറങ്ങളെ ഓർത്തു വെക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചുരുക്കപ്പദമാണ്. വിബ്ജിയോർ എന്ന വാക്കിലൂടെ മഴവില്ലിൻ്റെ 7 വർണ്ണങ്ങളെ മനോഹരമായി ഒരു കുട്ടിയുടെ മനസ്സിൽ കുടിയിരുത്താം. ഇങ്ങനെ ചില വാക്കുകൾ നമ്മൾ ഷോർട്ട് ആയിട്ട് കണ്ടെത്തിയാൽ, ഞാൻ ഉദാഹരണം പറയേണ്ട കാര്യമില്ല തോന്നുന്നു, കണ്ടെത്തിയാൽ ഒരു എസ്സേ, ഒരു വലിയ കാര്യം നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ ഓർത്തിരിക്കാൻ ചില ടെക്നിക്കുകളും കൂടി നമ്മുടെ പ്രിയങ്കരായ കുട്ടികൾ ഉപയോഗിച്ചാൽ നമ്മുടെ മനസ്സിൽ എനിക്ക് തോന്നുന്നു എല്ലാം നമുക്ക് ഓർമ്മ കിട്ടും. 30 ജുസ്
ഖുർആനിൻ്റെ മുഴുവൻ അധ്യായങ്ങളും പഠിച്ചു തീർക്കുന്ന ഒരു ഹാഫിള് ആ ഖുർആനിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ അത് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഖുർആൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചത് പഠിക്കാൻ പറ്റൂ. ലോകത്തെ ഏത് സബ്ജക്റ്റും അങ്ങനെയാണ്. അതുകൊണ്ട് പരീക്ഷ മാത്രമല്ല, നമ്മളൊരു വിഷയത്തിന് വേണ്ടി എൻജിനീയറിങ്ങിന് ചേരുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം, എനിക്കത് താല്പര്യമുണ്ടോ, എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ, എനിക്കതുകൊണ്ട് ഉപയോഗമുണ്ടോ, എനിക്ക് നിങ്ങളെടുത്തോ, നിങ്ങൾ സുഖമായിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ SLCയും +2 ഒക്കെ പഠിക്കുന്ന കുട്ടി എന്തു തന്നെ വന്നാലും ഇത് പഠിച്ചേ മതിയാകൂ. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന വിഷയത്തോട് നീതി പുലർത്തുക, പഠിക്കുന്ന വിഷയത്തിന് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക, പഠിക്കുന്ന വിഷയം ശ്രദ്ധിക്കുക, അത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുക. എൻ്റെ കൂട്ടുകാർക്ക് നല്ല ഓർമ്മ കിട്ടും. അപ്പോൾ ഓർമ്മയെ സംബന്ധിച്ച് അത്രയേ ഉള്ളൂ. ചില ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചാൽ ഓർമ്മ കിട്ടും. പരീക്ഷയെക്കുറിച്ച് പഠനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇനി വരുന്നൊരു വിഷയമാണ് ഉറക്കം. എല്ലാ കുട്ടികളും പറയും ഉറക്കം വരുന്നു, പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നു, പഠിക്കാൻ ഇരിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് പഠിക്കുമ്പോഴേക്ക് നമുക്ക് ഉറങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നു. ഇതെന്തുകൊണ്ടാണ്? പരീക്ഷയെക്കുറിച്ച് എപ്പോഴും വരുന്ന ചോദ്യം. ഇതിന് 2 ഭാഗമുണ്ട്. ഒന്നാമത്തെ ഭാഗം ശാരീരികമാണ്, രണ്ടാമത്തെ ഭാഗം മാനസികമാണ്. ഞാൻ ആദ്യം ഒന്നാമത്തെ ഭാഗം ചുരുക്കി പറയാം, വളരെ ചുരുക്കി പറയാം. ശരീരത്തിന് ചിലത് വേണം, ചില അത്യാവശ്യങ്ങളുണ്ട്. അത് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ശരീരം ഈ കുട്ടിക്ക് പഠിക്കാനുള്ള പ്രാപ്തിയിലെത്തുള്ളൂ. എന്തൊക്കെ ശരീരത്തിന് വേണ്ടത് ഞാൻ എണ്ണി പറയാം. ഒന്ന്, ഹീമോഗ്ലോബിൻ. ശരീരത്തിന് ഹീമോഗ്ലോബിൻ്റെ ലെവല് നമുക്ക് വേണ്ടത് എത്രയാണോ അത്ര ലെവലുണ്ടെങ്കിൽ കുട്ടിക്ക് ക്ഷീണമില്ലാതിരിക്കും. 2, വെള്ളമാണ്. 3, ഭക്ഷണമാണ്. വെള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് മൂത്രം ഒഴിക്കാൻ മടിച്ച് വെള്ളം കുടിക്കാത്ത കുട്ടികളുണ്ട്. ഇങ്ങനത്തെ കുട്ടിയെ സംബന്ധിച്ച് ഈ കുട്ടിക്ക് ക്ഷീണം ഉണ്ടാവും. കാരണം ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം ഈ കുട്ടിയുടെ ശരീരത്തിലില്ല. അപ്പോൾ ശരീരം ഉള്ള വെള്ളം കൊണ്ട് വർക്ക് ചെയ്യാൻ കഴിയാതെ ശരീരത്തിന് ക്ഷീണവും ഉറക്കവും ബാധിക്കും. അപ്പോൾ വെള്ളം കുടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. അപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടിയോട്, ഇനി SLC എഴുതാൻ പോകുന്ന കുട്ടിയോട് പറയാനുള്ളത് 2 ലിറ്റർ മുതൽ 2.5 ലിറ്റർ വരെ വെള്ളം രാവിലെ സുബഹിക്ക് എണീച്ച് 5 മണി മുതൽ മഗ്‌രിബ് സമയം 6-6:30 വരെ കുടിച്ചിരിക്കണം. അതിനുശേഷം പിന്നെ രാത്രി ഉറങ്ങാൻ നേരത്ത് മഗ്‌രിബിന് ശേഷം പിന്നെ വെള്ളം ധാരാളമായി കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മുടെ പ്രശ്നങ്ങളെ കൂട്ടുകയുള്ളൂ. അതുകൊണ്ട് അത് കുറച്ച് ചെയ്താൽ മതി. ബാക്കി വെള്ളമൊക്കെ പകൽ സമയത്ത് കുടിച്ചിരിക്കണം. നല്ല ഉണർവുണ്ടാകും. എത്രത്തോളം വെള്ളം നിങ്ങളുടെ ശരീരത്തിലേക്ക് കിടക്കുന്നോ അത്രയും ഉണർവ് നമുക്ക് വരും. അപ്പോൾ ശരീരത്തിൻ്റെ പ്രശ്നമായിരിക്കാം ചില പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഉറക്കം വരുന്നത് വെള്ളം കുറഞ്ഞതായിരിക്കാം. ഇനി നമുക്ക് അടുത്ത ശരീരത്തിൻ്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു. പെൺകുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയാൻ താഴാൻ സാധ്യതയുണ്ട്. അത് കൃത്യമാണോ എന്ന് പരിശോധിക്കണം. പിന്നെ പെൺകുട്ടികളോട് തന്നെ പറയാനുള്ളത്, തൈറോയിഡ് എന്ന് പറയുന്ന ഹൈപ്പർ തൈറോയിഡിസം പോലത്തെ അസുഖങ്ങളുണ്ടോ എന്ന് നോക്കണം. അതുണ്ടെങ്കിലും ഈ കുട്ടിക്ക് ഉറക്കം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇതൊന്നുമില്ലാത്തൊരു കുട്ടി വെള്ളം കുടിക്കുന്നു, ആ തൈറോയിഡ് ഇല്ല, ഹീമോഗ്ലോബിനൊക്കെ അത്യാവശ്യമുണ്ട്, ചിലപ്പോൾ കൂടുതലുണ്ട്, പക്ഷെ കുട്ടി ഉറങ്ങുന്നുവെങ്കിൽ അത് സൈക്കോളജിക്കലാണ്. അവിടെ നമ്മൾ ആ പ്രശ്നത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ പിന്നെ ആ കുട്ടിക്ക് എന്തുകൊണ്ട് ഉറക്കം വരുന്നത്? നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്ന വിഷയം, അത് താല്പര്യക്കുറവ് കൊണ്ടുണ്ടാകും. താല്പര്യമില്ലാത്ത ഒരു ജോലി നമുക്ക് ഏറെ നേരം എടുക്കാൻ കഴിയില്ല, നമുക്ക് ഉറക്കം വരും, ക്ഷീണം വരും. അപ്പോൾ അത് താല്പര്യക്കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇനി ഉറക്കം വരാനുള്ള കാരണം എന്താ? താല്പര്യക്കുറവ് നമ്മൾ മാറ്റിവെച്ചാൽ പിന്നെ ഉറക്കം വരാനുള്ള കാര്യം എന്താ? നമ്മൾ പഠിക്കുന്ന രീതി ശരിയല്ല എന്നിട്ടാണ്. ഒരു സബ്ജക്റ്റ് ഒരുമിച്ച് ഒരുപാട് നേരം ഇരുന്ന് വായിക്കരുത്. ഇരുന്ന് വായിക്കുമ്പോഴുള്ള കുഴപ്പം എന്താ? നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഒരു വിശ്രമാവസ്ഥയിലേക്ക് എത്തും. ശരീരം വിശ്രമാവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മന്ദീഭവിക്കും. പ്രത്യേകിച്ച് ഹൃദയത്തിൻ്റെ പ്രവർത്തനം, ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യുന്ന പ്രവർത്തനം മന്ദീഭവിക്കും. നമ്മൾ ഇരിക്കുകയാണല്ലോ, ഒരു പണിയും ചെയ്യുന്നില്ല. ഇങ്ങനെ എല്ലാ പ്രവർത്തനം മന്ദീഭവിക്കുമ്പോൾ തലച്ചോറിൽ നിന്ന് നിർദ്ദേശം വരിക, ഇയാൾ ആകെ ഒരു മന്ദതയിൽ നിൽക്കുകയാണ്, ഉറങ്ങാനുള്ള നിർദ്ദേശം വരും. സ്വാഭാവികമായും കുട്ടിക്ക് ഉറക്കം വരും. അപ്പോൾ ഒരുപാട് സമയം ഒറ്റയിരുപ്പിൽ പഠിക്കാതിരിക്കുക എന്നതാണ് ഉറക്കം വരുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല മാർഗം. കാല് വെള്ളത്തിൽ മുക്കി വെച്ച് പഠിക്കുക, അല്ലെങ്കിൽ പിന്നെ കണ്ണിൽ കമ്പ് കുത്തി വെച്ച് പഠിക്കുക. ഇതിനേക്കാൾ ഉപരി ഒരുപാട് സമയം ഒരുമിച്ചിരിക്കാതെ ഇരിക്കുന്ന സമയത്തിൽ ഇടയ്ക്കിടയ്ക്കൊരു ഇടവേള നൽകിയാൽ, ഒരു ഇൻ്റർവെൽ ഉണ്ടാക്കിയാൽ ഈ കുട്ടി ഉറങ്ങാതെ നമുക്ക് ഒരുപാട് നേരം പഠിക്കാൻ പറ്റും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിച്ചാൽ മതി. ഈ കുട്ടി ഇരിക്കുമ്പോൾ എന്താണ് പഠിക്കേണ്ടത് എന്നൊരു ലക്ഷ്യം ഉണ്ടാക്കി വെച്ചാൽ, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാക്കി വെച്ചാൽ, അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അല്പസമയം എഴുന്നേൽക്കുകയോ മുന്നോട്ട് പോവുകയോ നടക്കുകയോ ഒക്കെ ചെയ്താൽ ഒരു ഇടവേള കിട്ടും.
ഈ ഇടവേളകളിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും നമ്മുടെ ശരീരം വിശ്രമാവസ്ഥയിൽ നിന്ന് ആക്റ്റീവ് ആവുകയും നമ്മുടെ ഉറക്കം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഇല്ലാതിരിക്കുകയും ചെയ്യും. അപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഉറങ്ങുന്ന കുട്ടി ഇതുകൊണ്ടാണ്. ഒന്ന്, കുട്ടിക്ക് താല്പര്യമുണ്ടാക്കാൻ ശ്രമിക്കണം. രണ്ട്, ഞാൻ പറഞ്ഞല്ലോ ശാരീരികമായി പ്രശ്നങ്ങളുണ്ടോ നോക്കണം. മൂന്ന്, ഈ കുട്ടി ഒരുമിച്ചിരുന്ന് വായിക്കാതെ ഇടയ്ക്കിടയ്ക്കൊരു ഇടവേള നൽകിയാൽ ഈ ഉറക്കത്തെ നമുക്ക് ഉണ്ടാതാക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഉറക്കത്തിൻ്റെ കാര്യം പൂർണ്ണമാകുന്നു. ഒരിക്കലും പഠിക്കുന്ന സ്ഥലം ബെഡ്റൂം തിരഞ്ഞെടുക്കാതിരിക്കുക. ബെഡ്റൂം തിരഞ്ഞെടുക്കുമ്പോഴുള്ള കുഴപ്പം എന്താ? ബെഡ് നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കുട്ടി പഠിക്കാനിരിക്കുന്നത് ബെഡിൻ്റെ അടുത്താണെങ്കിൽ ഈ ബെഡ് നമ്മളെ മാടി വിളിക്കും, നമ്മളോട് പറയും ഉറങ്ങ് ഉറങ്ങ് കിടക്ക് കിടക്ക് എന്ന് പറയും. ഇത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതും ഒരു മാനസികമായിട്ട് ഒരു ഉറക്കത്തെ നമ്മൾ കിടക്കുന്ന സ്ഥലം എപ്പോഴും നമുക്ക് ഉറക്കം പ്രദാനം ചെയ്യും. കാരണം പള്ളിയിലേക്ക് കയറുമ്പോൾ ഒരു മനുഷ്യന് ചൂളം വിളിക്കാൻ തോന്നില്ല. പള്ളിയിലേക്ക് കയറുമ്പോൾ ഒരാൾക്ക് ഉറക്കം ഒച്ച ഉണ്ടാക്കാൻ തോന്നില്ല. പള്ളിയിലേക്ക് കയറുമ്പോൾ ആർക്കും ചാടാൻ തോന്നില്ല. കാരണം എന്താ? പള്ളി എന്ന് പറയുന്നത് പടച്ചവനെ ഓർക്കാനും ആരാധിക്കപ്പെടാനും ഒക്കെയുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ എത്തുമ്പോൾ നമ്മുടെ മനസ്സ് തീർച്ചയായും ആ ഒരു അവസ്ഥയുമായിട്ട് സമരസപ്പെടും. ഇതുപോലെ കിടക്കുന്ന റൂമിൽ കട്ടിൽ കാണുമ്പോൾ ആ റൂം എന്തിനുള്ളതാ? പള്ളി നിസ്കരിക്കാനുള്ള പോലെ റൂം കിടക്കാനുള്ളതാ. ആ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കിടക്കാനും ഉറങ്ങാനൊക്കെ ഉള്ളൊരു ചിന്ത വരും. അപ്പോൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടുത്തിരുന്ന് പഠിക്കുമ്പോൾ, അതിലിരുന്ന് പഠിക്കുമ്പോൾ സ്വാഭാവികമായും ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉറക്കത്തെ ഇല്ലാതാക്കാം. പരീക്ഷയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പം ഏറ്റവും അവസാനത്തെ വിഷയം, ഏറ്റവും അവസാനത്തെ ചോദ്യം, പരീക്ഷാ റൂമിലേക്ക് കയറുമ്പോൾ, ഹാളിലേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ എന്ത് ചെയ്യണം? നമ്മൾ പരീക്ഷൻ്റെ തലേ ദിവസം എന്ത് ചെയ്യണം? ഇതൊക്കെ തീർച്ചയായും ഒരു കുട്ടി അറിഞ്ഞിരിക്കേണ്ട വിഷയം തന്നെയാണെന്ന് മനസ്സിലാക്കാം. ഞാൻ പരീക്ഷൻ്റെ തലേ ദിവസം മുതൽ കാര്യങ്ങൾ സൂചിപ്പിക്കാം. പുതിയതായ ഒരു വിഷയം, ഒരു കാര്യം തലേ ദിവസം പഠിക്കാൻ ശ്രമിക്കുന്നത് അബദ്ധമാണ്. നമ്മൾ പഠിച്ചതിനെ ഒന്ന് ഓർക്കാനോ പൊടി തട്ടിയെടുക്കാനോ ഒന്ന് ക്രമപ്പെടുത്താനോ ഈ സമയത്ത് നമുക്ക് വിനിയോഗിക്കാം. പഠിക്കാത്തൊരു പുതിയ വിഷയം എടുത്ത് വെച്ച് പഠിക്കുമ്പം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത, ഇനിയും കുറേ പഠിക്കാണ്ടല്ലോ, അതൊക്കെ കൂടി എന്ത് ചെയ്യാൻ പറ്റുമോ, അത് പഠിച്ചില്ല ഇത് പഠിച്ചില്ല, ഇത് സ്വാഭാവികമായും ആൻസൈറ്റി ഉണ്ടാക്കും, നമ്മുടെ മനസ്സിൽ ഒരു വിഷമം ഉണ്ടാക്കും. അപ്പോൾ അത് പരീക്ഷയെ ബാധിക്കും. പുതിയൊരു കാര്യം പഠിക്കാൻ നമ്മൾ ഒരിക്കലും പരീക്ഷയുടെ തലേ ദിവസം ഉപയോഗിക്കരുത്. തലേ ദിവസം നമ്മളൊക്കെ റെഡിയാക്കി പഠിച്ചതൊക്കെ ഒന്ന് പൊടി തട്ടി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് വെച്ച് നോക്കി എല്ലാം റെഡിയാക്കി അതിന് ശേഷം ചെയ്യേണ്ടത് പരീക്ഷ ഹാളിലേക്ക് പോകാനുള്ള ഹാൾ ടിക്കറ്റ്, പെൻസിൽ, അതുപോലെ ഇറേസർ, എഴുതുന്ന പേന, 2-3 പേന, എഴുതുന്ന സാധനങ്ങൾ, പിന്നെ ജോമെട്രി ബോക്സ് വേണോ അത്, മറ്റെന്തെങ്കിലും പരീക്ഷയ്ക്ക് ആവശ്യമുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് വലിയ പരീക്ഷയ്ക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് അരിത്മെറ്റിക് ടേബിൾ പോലത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ കാൽക്കുലേറ്ററോ, എല്ലാ സാധനവും തലേ ദിവസം ഓർത്തു വെച്ച് എടുത്തു വെച്ച് ബാഗിൽ ക്ലിയറായിട്ട് വെച്ചിട്ട് അത് വെച്ചു എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തിയിട്ട് നമുക്ക് പിൻവാങ്ങാം. അന്നത്തെ ദിവസം കഴിഞ്ഞു. ഇതെന്താ ഞാൻ പറയാൻ കാരണം, പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് പോകാൻ ഇറങ്ങുമ്പോൾ പെൻസിലെവിടെ പെന്നെവിടെ ആകെ ഹറിബറിയിൽ പഠിച്ചത് മറക്കാനും അതേപോലെ തന്നെ പലതും മറന്നു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം, തലേ ദിവസം ഇതൊക്കെ അടുക്കി വെച്ചാൽ ഹോൾ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പോകാൻ നേരത്ത്, പരീക്ഷയ്ക്ക് പോകാൻ നേരത്ത് ഒരു ടെൻഷൻ നമ്മൾ ഉണ്ടാക്കരുത്. പരീക്ഷയ്ക്ക് പോകാൻ നേരത്ത് നമ്മൾ ആലോചിക്കണം, പേൻ എടുത്ത് വെച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. പെൻസിൽ ഇന്നലെ എടുത്ത് വെച്ചിട്ടുണ്ട്, റബ്ബർ എടുത്ത് വെച്ചിട്ടുണ്ട്, സ്കെയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, ജോമെട്രി ബോക്സ് റെഡിയാണ്, ഹോൾ ടിക്കറ്റ് റെഡിയാണ്, ഒന്നുകൂടി ഒന്ന് ഉറപ്പ് വരുത്തുന്നു, പരീക്ഷയ്ക്ക് പോകുന്നു. നോ ടെൻഷൻ ഈസ് ദെയർ. ഇനി അടുത്തത് നോക്ക്, പരീക്ഷൻ്റെ തലേ ദിവസം ഉറക്കൊഴിക്കരുത്. ഞാൻ നേരത്തെ ആ വിഷയം സൂചിപ്പിച്ചെന്ന് തോന്നുന്നു. പരീക്ഷൻ്റെ തലേ ദിവസം ഒരിക്കലും ഉറക്കൊഴിച്ച് പഠിക്കാനുള്ളതല്ല, തലേ ദിവസം ഉറങ്ങാനുള്ളതാണ്. കാരണം എന്താ, നമ്മൾ നാളെ പിറ്റേ ദിവസം ഒരു പെർഫോമൻസിന് പോവുകയാണ്, ഒരു മത്സരത്തിന് പോവുകയാണ്. ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുന്നു, ഫുട്ബോൾ മത്സരം നടക്കുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ മുമ്പത്തെ ദിവസങ്ങളിൽ കഠിനമായ പരിശീലനം ഉണ്ടാവും. പക്ഷെ കളി തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് അല്പനേരം വിശ്രമം ഉണ്ടാവും. ആ വിശ്രമമാണ് കളിക്കാനുള്ള ഊർജ്ജം കളിക്കാരിൽ നിറയ്ക്കുക. അല്ലാതെ കളിയുടെ തുടക്കം 7 മണിക്കുള്ള കളിക്ക് 6:30 വരെ പരിശീലനത്തിൽ ഏർപ്പെട്ട് 7 മണിക്ക് ഗ്രൗണ്ടിലേക്ക് അയച്ചാൽ ആ കളിക്കാർ തളർന്നു വീഴും. ഇതുപോലെ തന്നെയാണ് പരീക്ഷയും. നമ്മൾ തൊട്ട് മുമ്പ് ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ എങ്കിലും പരീക്ഷയുടെ തലേ ദിവസം ഉറങ്ങാൻ വേണ്ടിയിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കണം. ഈ ഉറക്കം തീർച്ചയായിട്ടും സമയം നഷ്ടപ്പെടുത്തുകയില്ല, ഇനി വരാൻ പോകുന്ന ഒരു പെർഫോമൻസിന് ഊർജ്ജം തരികയാണ് ചെയ്യുക. അപ്പോൾ ഉറങ്ങാതെ പരീക്ഷയ്ക്ക് പോകാതിരിക്കാൻ ഏതിന് പഠിക്കുന്ന കുട്ടിയും ശ്രമിക്കണം. ഇനി നമ്മൾ പരീക്ഷൻ്റെ തലേ ദിവസത്തെ കാര്യം ഞാൻ പറഞ്ഞു തരുന്നു. രാവിലെ എഴുന്നേൽക്കുക. സാധാരണ കുളിക്കുന്ന കുട്ടിയാണെങ്കിൽ കുളിക്കുക, അല്ലാതെ കുളിച്ച് സ്വഭാവമില്ലാത്തൊരു അന്നെണിച്ച് കുളിച്ച് ജലദോഷം പനിയും പിടിക്കാൻ നിൽക്കരുത്. സാധാരണ രാവിലെ നിങ്ങൾ കുളിക്കുമെങ്കിൽ നിങ്ങൾ കുളിക്കുക.
സുബഹി നിസ്കരിക്കുക. പള്ളിയിൽ പോകുന്ന കുട്ടി അന്ന് പള്ളി മുടക്കേണ്ടതില്ല. ഒരു പരീക്ഷ ഉണ്ടെന്ന് വിചാരിച്ച് പള്ളി മുടക്കേണ്ട കാര്യമൊന്നുമില്ല. അന്നും പള്ളിയിൽ പോവുക, സുബഹി നിസ്കരിക്കുക, പടച്ചവനോട് പ്രാർത്ഥിക്കുക, എല്ലാ ഓർമ്മ കിട്ടാൻ പ്രാർത്ഥിക്കുക. എല്ലാം രാവിലെ ആസ് യൂഷ്വൽ, ഒന്നും പ്രധാനമായിട്ടില്ല. പള്ളിയിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചു വരിക. ഇനി തലേ ദിവസമൊക്കെ റെഡിയാക്കി വെച്ചത് വീണ്ടും ഒന്നുകൂടി എടുത്ത് ഒന്ന് മറച്ചു നോക്കുക. എല്ലാം ക്രമമാണോ, മനസ്സിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ടത്, എല്ലാം എൻ്റെ മനസ്സിലുണ്ടോ എന്ന് പിന്നെ നിങ്ങൾ ഓർക്കാൻ ശ്രമിക്കുമ്പോൾ അത് ടെൻഷൻ ഉണ്ടാക്കും. മനസ്സിലിങ്ങനെ അതൊക്കെ ഉണ്ടോ, അതെൻ്റെ മനസ്സിൽ, അങ്ങനെയൊന്നും ശ്രമിക്കേണ്ട. എല്ലാം ഒന്ന് മറച്ചു നോക്കിയാൽ മതി. ഇതിൽ കൂടെ ഒക്കെ നിങ്ങൾ പോയിട്ടുണ്ടല്ലോ എന്ന് ഒന്ന് ഉറപ്പ് വരുത്തിയാൽ ടെൻഷൻ തീർന്നു, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റു, നമ്മൾ കുളിക്കുന്ന കുട്ടി കുളിച്ചു, എല്ലാം റെഡിയായി. ഭക്ഷണം കഴിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവും. ഇത് പെൺകുട്ടികളോടാണ് പറഞ്ഞത്. പെൺകുട്ടിയൊക്കെ പരീക്ഷൻ്റെ അന്ന് ഇങ്ങനെ ഇറങ്ങി വരും. ഉമ്മ ചോദിക്കും, മോളെ കൊണ്ടരുത്, ഭക്ഷണം വേണ്ട ഇങ്ങനെ പറഞ്ഞൊന്നും പരീക്ഷയ്ക്ക് പോകാൻ പറ്റില്ല. പരീക്ഷയ്ക്ക് പോവുക, കൃത്യമായി ഭക്ഷണമൊക്കെ കഴിച്ച്. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദ ബ്രെയിൻ ഫുഡ് എന്നാണ് പറയുക. രാവിലത്തെ ഭക്ഷണമാണ് തലച്ചോറിനെ ഉദ്ദീപിപ്പിക്കുക. അതുവരെ കഴിക്കാതിരിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ച്, അത്യാവശ്യം ഭക്ഷണം നിറയെ കഴിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. അത്യാവശ്യത്തിന് ഭക്ഷണം കഴിച്ച്, പിന്നെ വെള്ളമൊക്കെ കുടിച്ച്, വെള്ളമൊക്കെ കയ്യിൽ കരുതി കൃത്യമായി പരീക്ഷയ്ക്ക് പോകണം. മൂത്രമൊഴിക്കാൻ മുട്ടുമെന്ന് വിചാരിച്ച് വെള്ളം കുടിക്കാതൊന്നും പോകരുത്. വെള്ളമൊക്കെ കുടിക്കുക. പരീക്ഷയ്ക്കിടയിൽ നിങ്ങൾക്ക് മൂത്രമൊഴിക്കാനുണ്ടെങ്കിലും മൂത്രമൊഴിക്കാനുള്ള സാഹചര്യവും ഏർപ്പാടുകളും സ്കൂളിൽ ചെയ്തിട്ടുണ്ടാവും. അതിന് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അതൊന്നും ടെൻഷനാക്കരുത്. അല്ലാതെ മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ടീച്ചറെ മൂത്രമൊഴിക്കാണെന്ന് പറഞ്ഞാൽ അതിനുള്ള ഏർപ്പാടും പരീക്ഷകളുണ്ട്. ഞാൻ SLCക്ക് പഠിക്കുന്ന കുട്ടികളോടാണ് സൂചിപ്പിക്കുന്നത്. വലിയ കുട്ടിക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടാവും. അപ്പോൾ അതൊന്നും ടെൻഷൻ വെക്കണ്ട. നമ്മൾ സാധാരണ പോലെ വെള്ളം കുടിച്ച് വളരെ ഫ്രഷായി ധൈര്യമുള്ള മനസ്സോടുകൂടി പടച്ചോനെ പ്രാർത്ഥിച്ച് എല്ലാം റെഡിയാക്കി ധൈര്യത്തോടു കൂടി പരീക്ഷയ്ക്ക് ഇറങ്ങണം. പിന്നെ പരീക്ഷൻ്റെ ഹോളിലെത്തിയിട്ട് സ്കൂളിലെത്തിയിട്ട് മറ്റു കുട്ടികളൊക്കെ പഠിക്കുന്നത് കാണുമ്പോൾ അത് പോയി എന്തി നോക്കി, ഇത് എന്താ പഠിക്കുന്നത്, അയ്യോ ഞാൻ പഠിച്ചില്ലല്ലോ, ഇതെന്താ, അതോ എന്താ എന്നൊന്നും ചോദിക്കുക. ഇതൊക്കെ ടെൻഷൻ ഉണ്ടാക്കും. ഇങ്ങനെയൊന്നും ചോദിക്കാതെ നമ്മൾ പഠിച്ചതൊക്കെ കൊണ്ട് നമ്മൾ പോവുക. എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് പിന്നെ അവിടെ വെക്കുക. അവിടുന്ന് ആരും പിന്നെ നമ്മൾ കൂട്ടൊന്നുമില്ല, നമ്മളൊന്ന് മറച്ച് നോക്കി റെഡിയാക്കി ബെല്ലടിച്ച് പരീക്ഷകളിൽ കയറുക. ഇനി പരീക്ഷകളിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സമയം, SLCക്കാർക്കും +2കാർക്കും ഒക്കെ കൂൾ ഓഫ് ടൈം എന്നൊരു സമയമുണ്ട്. അത് ആകെ അങ്ങോട്ട് പേടിച്ച് വേർത്ത് കുളിച്ച് അവസാനം ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വീശിട്ട് കൂളാക്കാനുള്ള സമയമല്ല. 15 മിനിറ്റ് സമയം കിട്ടും. ഇത് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നോക്കിയിട്ട് പ്ലാൻ ചെയ്യാനുള്ള സമയമാണ് കൂൾ ഓഫ് ടൈം. നമുക്കത് കൂളാവാനുള്ള സമയം. ആ സമയം ആൻസർ ഷീറ്റ് നമുക്ക് എഴുതാൻ പറ്റില്ല, ചിലപ്പോൾ കയ്യിൽ കിട്ടില്ല. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ കയ്യിലുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ആദ്യത്തെ ചോദ്യം മുതൽ അവസാനം വരെ ഒന്ന് വായിച്ചു നോക്കണം. ഇതാണ് പരീക്ഷ ഹാളിൽ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ കയറിക്കഴിഞ്ഞാൽ ആദ്യ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. വായിച്ച് നോക്കുമ്പോൾ ഏറ്റവും നന്നായി അറിയാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ആ വായനയെ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ 26 ചോദ്യങ്ങളുള്ള ഒരു ചോദ്യ പേപ്പറിൽ 16 ചോദ്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. അത് നന്നായിട്ട് എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തെയാണ് നമ്മൾ ഇങ്ങനെ ക്രമാക്കി വെക്കേണ്ടത്. എന്നിട്ട് ഏറ്റവും മികച്ച രീതിയിൽ ഏത് ചോദ്യമാണോ എഴുതാൻ പറ്റുക അത് ആദ്യം തന്നെ എഴുതണം. അല്ലാതെ ആദ്യത്തെ ചോദ്യം ആദ്യം എഴുതരുത്. ചില കുട്ടികൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് വെക്കും, എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കുമ്പോൾ അത് നമുക്ക് അറിയാത്ത ചോദ്യമാണ്. ഉടനെ അവിടെ സ്പേസ് ഇടും, അടുത്ത നമ്പർ ഇടും, അവിടെ സ്പേസ് ഇടും, അവസാനം അതെല്ലാം കൂടി ഫില്ല് ചെയ്യും. പരീക്ഷയ്ക്ക് പേപ്പർ നോക്കുന്ന ആൾ ആദ്യം നോക്കുക ഈ അവസാനം എഴുതിയ ചോദ്യമാണ്. അതിലെല്ലാം പൊട്ടത്തരായിരിക്കും. ഇയാൾ എങ്ങനെ മാർക്ക് കൊടുക്കുക കുട്ടിക്ക്, ഇയാളെക്കുറിച്ച് എന്താ ഇമ്പ്രഷൻ ഉണ്ടാവുക. അപ്പോൾ ആദ്യം എഴുതേണ്ടത് നന്നായിട്ട് അറിയാവുന്ന മികച്ച ഒരു ഉത്തരമാണ് ആദ്യം എഴുതേണ്ടത്. അങ്ങനെ ക്രമത്തിൽ അറിയാവുന്നതെല്ലാം എഴുതി, പിന്നീട് ആവറേജ് നമുക്ക് കുറച്ചറിയാവുന്നതെല്ലാം എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം അറിയാത്തതും എഴുതി നമ്മൾ എഴുന്നേറ്റ് വരണം. ഞാൻ അറിയാത്തത് എഴുതി വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെയാണ്, അത് എഴുതണം. 100 മാർക്കിൻ്റെ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ 100 മാർക്കിൻ്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എഴുതണം. 100 മാർക്കിൻ്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എഴുതിയാൽ 80 മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ 80 മാർക്കിൻ്റെ ചോദ്യത്തിനാണ് ഉത്തരം എഴുതിയതെങ്കിൽ 60 കിട്ടാനേ സാധ്യതയുള്ളൂ. 60 മാർക്കിൻ്റെ ചോദ്യത്തിനാണ് നിങ്ങൾ ഉത്തരം എഴുതിയതെങ്കിൽ 40 കിട്ടാനേ സാധ്യതയുള്ളൂ. അപ്പോൾ മൊത്തം മാർക്ക് എത്രത്തോളം കുറയുന്നോ അത്രയും നിങ്ങളെ മാർക്ക് കുറയാനുള്ള സാധ്യത കൂടും. അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും പരീക്ഷയ്ക്ക് ഇതേപോലെ ഉത്തരം എഴുതി വളരെ കൂളായി ആ പരീക്ഷ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മുമ്പ് എല്ലാം എഴുതി അവസാനിപ്പിച്ച് ഇതൊക്കെ ഓർഡറാക്കി ഒന്ന് മറിച്ച് നോക്കി സ്കെയിൽ വെച്ച് അണ്ടർലൈൻ ചെയ്യാനുള്ളതൊക്കെ അണ്ടർലൈൻ ചെയ്ത് ഉറപ്പ് വരുത്തിയതിനു ശേഷം ക്വസ്റ്റ്യനൊന്നും തെറ്റിയിട്ടില്ലല്ലോ ഒക്കെ നോക്കിയതിനു ശേഷം തുന്നിക്കെട്ടി വളരെ മനോഹരമായി അൽഹംദുലില്ലാ എന്നും പറഞ്ഞ് അത് ബിസ്മിൻ ചൊല്ലി അയാൾക്ക് പരീക്ഷൻ്റെ ഇൻവിജിലേറ്ററൊക്കെ ഏൽപ്പിച്ച്
നിങ്ങൾക്ക് പിരിഞ്ഞു പോവാം. പരീക്ഷയെ സംബന്ധിച്ച് ഇത്ര മാത്രമാണ് പരീക്ഷയുടെ മുന്നൊരുക്കവും പരീക്ഷയുടെ മറ്റു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത്. അതുകൊണ്ട് ഒരു പേടിയും കൂടാതെ കൃത്യമായൊരു ലക്ഷ്യം മുന്നിൽ വെച്ച് കണ്ട് പരീക്ഷ നമ്മുടെ മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെടുമെന്ന് കൂട്ടുകാർ മനസ്സിലാക്കണം. പരീക്ഷ എഴുതുമ്പോൾ ഒരു വാതിലാണ് തുറക്കുക. +2 പരീക്ഷ കഴിഞ്ഞ കുട്ടി അത് കഴിഞ്ഞാൽ ഒരു വാതിൽ തുറന്നു. എൻട്രൻസ് എന്നാൽ വാതിൽ എന്നാണ് അർത്ഥം. എൻട്രൻസ് പരീക്ഷ എഴുതിയ കുട്ടിക്ക് മെഡിക്കലിലേക്ക് പോകാൻ ഒരു വാതിൽ തുറന്നു. ഈ വാതിൽ തുറക്കുമ്പോഴാണ് ഒരു കുട്ടി ഉയരങ്ങളിലേക്ക് എത്തുക എന്ന് നിങ്ങൾ അറിയണം. ഉയരത്തിലേക്ക് എത്താൻ നമ്മളെ നയിക്കുന്ന ഈ വാതിലുകൾ തുറക്കാൻ നമുക്ക് ആത്മവിശ്വാസം വേണം, ധൈര്യം വേണം, ചങ്കൂറ്റം വേണം, നല്ല പ്രിപ്പറേഷൻ വേണം, നല്ല പ്ലാനിങ് വേണം, മനോഹരമായി പ്രസൻറ്റ് ചെയ്യണം. അങ്ങനെ നല്ല രീതിയിൽ എക്സാം എഴുതിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇഹലോകത്തെ പരീക്ഷകളിൽ വിജയിക്കണം. അതുപോലെ തന്നെ പ്രധാനമാണ് പരലോകത്തെ പരീക്ഷ എന്ന് കൂട്ടുകാർ മനസ്സിലാക്കണം. ഈ ഒരു വിഷയം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 2 വാക്ക് പറഞ്ഞ് ഓർമ്മിപ്പിക്കട്ടെ. വൃത്തികെട്ട വീഡിയോകൾ കാണുന്ന കൂട്ടുകാർ, പരീക്ഷയ്ക്ക് പഠിക്കാൻ പോകുന്ന ഈ കുട്ടിക്ക്, ഇത്തരം വീഡിയോ കണ്ട കുട്ടിക്ക് ഒരിക്കലും പരീക്ഷയ്ക്ക് പഠിക്കാൻ കഴിയില്ല. മനസ്സ് മലീമസപ്പെട്ടു പോകും, പിശാച് പിടികൂടും. ഇതോടുകൂടി കോൺസെൻട്രേഷൻ കിട്ടാതെയാകും, ശ്രദ്ധയില്ലാതെയാകും, ഓർമ്മ കിട്ടാതെയാകും. അപ്പോൾ വൃത്തികെട്ട വീഡിയോ കാണുന്ന കുട്ടി മനസ്സിലാക്കണം, ഇഹലോകത്തെ പരീക്ഷയെ നിങ്ങൾ കാണുന്ന വീഡിയോകൾ മനസ്സ് മലീമസമാകുന്നതിലൂടെ ബാധിക്കും. ഇതിലും കടുത്തൊരു പരീക്ഷണം, ഒരു റെക്കമെൻഡേഷനും ഇല്ലാതെ, ഒരു മോഡറേഷനും ഇല്ലാത്ത, ഒരു കൺസിഡറേഷനും ഇല്ലാത്ത, ഒരു റീവാലുവേഷൻ ഇല്ലാത്തൊരു പരീക്ഷ പരലോകത്ത് വരാനുണ്ട്. ഇഹലോകത്തെ പരീക്ഷയെ ആ കുട്ടി കണ്ട വൃത്തികെട്ട വീഡിയോകൾ സ്വാധീനിക്കുമെങ്കിൽ അത് പരലോകത്തെ പരീക്ഷയെ സ്വാധീനിക്കും. ആ പരലോകത്തെ പരീക്ഷയിൽ നമ്മൾ തോറ്റുപോകും. ഇഹലോകത്തെ പരീക്ഷയ്ക്ക് ഒരു റീടേക്ക് ഉണ്ട്, അല്ലെങ്കിൽ റീ അപ്പിയറൻസ് ഉണ്ട്, സപ്ലിമെൻ്ററി ഉണ്ട്. പരലോകത്തെ പരീക്ഷയ്ക്ക് സപ്ലിമെൻ്ററി ഇല്ല. അതുകൊണ്ട് പഠനത്തെ ബാധിക്കുന്ന ചില കാര്യങ്ങളെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഒന്ന്, പ്രേമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, പ്രേമമുണ്ടെങ്കിൽ മനസ്സ് മലീമസപ്പെട്ടു. പുസ്തകം തുറന്നു വെച്ചാൽ പ്രേമിക്കുന്ന കുട്ടിയുടെ മുമ്പിലേക്ക് ആ പ്രേമിക്കുന്ന പുരുഷൻ്റെ ചെറുക്കൻ്റെ മുഖം ഓർമ്മ വരും. ആ കുട്ടിക്ക് പഠിക്കാൻ കഴിയില്ല. പ്രേമിക്കുന്ന ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന, +2 പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിക്ക്, ആൺകുട്ടിക്ക് പുസ്തകം തുറന്നു വയ്ക്കുന്ന സമയത്ത്, ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് പെൺകുട്ടിയുടെ മുഖം ഓർമ്മ വരും. പഠിക്കാൻ കഴിയില്ല. ഇവിടെയൊക്കെ കുട്ടിയുടെ മനസ്സ് മലീമസപ്പെടുകയാണ്, പിശാച് അവനെ പിടികൂടുകയാണ്. ഈ സമയത്ത് ഒരു കാരണവശാലും ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. കുട്ടി മുഴുവൻ ശ്രദ്ധിക്കുക പ്രേമത്തിലാണ്. അപ്പോൾ ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, പ്രേമം കുട്ടിയുടെ പഠനത്തെ ബാധിക്കും. 2, വൃത്തികെട്ട വീഡിയോകൾ, പോൺ വീഡിയോസ്. നമ്മുടെ ഇൻ്റർനെറ്റിലൊക്കെ ഇഷ്ടം പോലെ വീഡിയോസ് അടിച്ചു വിടുന്നു. നമ്മുടെ കഴിവിനെ, നമ്മുടെ പ്രസൻറ്റേഷനെ, നമ്മുടെ ഓർമ്മയെ, നമ്മുടെ മനസ്സിനെ മലീമസമാക്കുന്നു ഇത്തരം വീഡിയോകൾ. ഇത് കാണുന്ന കുട്ടിക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഇഹത്തിലെ പരീക്ഷയിൽ ഈ കുട്ടികളെല്ലാം പരാജയമാണ്. പരലോകത്തെ പരീക്ഷയിൽ പരാജയപ്പെടുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇഹലോകത്തെ പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി ഒരു കൗൺസിലിങ്ങിലൂടെ വേണമെങ്കിൽ ആ കുട്ടിക്ക് തിരിച്ചു പോവാം, പരീക്ഷ വീണ്ടും എഴുതാം. പരലോകത്ത് നമുക്കിതിന് വലിയ ശിക്ഷയുണ്ട്. പ്രേമം, പഠിക്കുന്ന കാലത്തെ പ്രേമം, അത് ഒരുതരം വ്യഭിചാരത്തിലേക്ക് നമ്മളെ നയിക്കുമെന്നുള്ളത് കൊണ്ട് ഈ കുട്ടികൾ ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളിലേക്ക് പോകരുത്. വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്ന കുട്ടി, ഞാൻ ആ കാര്യത്തെ വളരെ ചുരുക്കിയിട്ട് പ്രതിപാദിച്ച് എൻ്റെ വിഷയത്തെ അവസാനിപ്പിക്കാം. മലീമസപ്പെടുന്ന മനസ്സുള്ളൊരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് പഠിക്കാൻ കഴിയില്ല. പഠിക്കാൻ കഴിയാത്ത ഇരിക്കാനുള്ള കാരണങ്ങളെ ഞാനൊന്ന് വളരെ പെട്ടെന്ന് സൂചിപ്പിക്കാം. കുറ്റബോധം, ഇത് മനസ്സിലുള്ള കുട്ടി എങ്ങനെ പഠിക്കും? നിങ്ങൾ പറ. ഈ കുട്ടി പ്രേമിച്ചു, കുറേ പ്രശ്നങ്ങളുണ്ടായി, അവൻ്റെ കൂടെ എവിടെയൊക്കെ പോയി, വേണ്ടാത്തതൊക്കെ സംഭവിച്ചു. ഈ കുട്ടി എങ്ങനെ പഠിക്കും? ഈ കുട്ടിയുടെ മനസ്സിൽ കുറ്റബോധമുണ്ട്. കുറ്റബോധം പേറുന്ന ഒരു കുട്ടിക്ക് പഠിക്കാൻ കഴിയില്ല. കുറ്റബോധം പേറുന്നൊരു കുട്ടിക്ക് പരലോകമില്ല, ഇഹലോകവുമില്ല. കുട്ടി പരീക്ഷയിൽ തോറ്റു. ഇഹത്തിലും പരത്തിലും പരീക്ഷയിൽ കുട്ടി തോൽക്കാണ്. 2ാമത്തെ നോക്ക്, വാശി, ദേഷ്യം, വിദ്വേഷം. ഈ കുട്ടി എങ്ങനെ പഠിക്കും? മനസ്സിലിതുണ്ടെങ്കിൽ മനസ്സ് മലീമസപ്പെട്ടു. അടുത്ത നോക്ക്, കളി, സിനിമ, സംഗീതം. കുട്ടി എങ്ങനെ പഠിക്കും? ഒരു സിനിമ കണ്ടിട്ട് നിങ്ങൾ പഠിക്കാനിരുന്നാൽ നിങ്ങൾ സിനിമയെക്കുറിച്ച് ഓർക്കുമോ, പഠനത്തെക്കുറിച്ച് ഓർക്കുമോ? ഒരു പാട്ട് കേട്ട് പഠിക്കാതിരിക്കുന്ന കുട്ടിയുടെ മനസ്സിലേക്ക്, ഓർമ്മയിലേക്ക് പാട്ട് വരുമോ, പഠനം വരുമോ? കളി മനസ്സിലുള്ള കുട്ടിക്ക്, വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ, ഇത് മനസ്സിലുള്ള ഒരു കുട്ടിക്ക്, ഈ കളി കണ്ട കുട്ടിക്ക് കളി മനസ്സിൽ വരുമോ, പഠനം മനസ്സിൽ വരുമോ? സ്വാഭാവികമായും ഞാൻ ആദ്യം പറഞ്ഞത് മനസ്സിൽ വരും. കുട്ടിക്ക് പഠിക്കാൻ കഴിയില്ല. ഇതൊക്കെ തന്നെയാണ് പഠനത്തെ ബാധിക്കുക. അപ്പം നമ്മുടെ രക്ഷിതാക്കളോട് വെറുപ്പുള്ള കുട്ടികൾ, പ്രേമമുള്ള കുട്ടി, പ്രണയമുള്ള കുട്ടി, ലൈംഗികതയെക്കുറിച്ച് ചിന്തിക്കുന്ന കുട്ടി, ലൈംഗികതയെക്കുറിച്ച് ഓർക്കുന്ന കുട്ടി, ലൈംഗികതയിലേക്ക് പോകുന്ന കുട്ടി, ആവശ്യമില്ലാത്ത വീഡിയോ കാണുന്ന കുട്ടി, കളിഭ്രാന്തുള്ള കുട്ടി, സിനിമയും സംഗീതവും മനസ്സിലുള്ള കുട്ടി, വിദ്വേഷവും വെറുപ്പും ഇതൊക്കെ മനസ്സിലുള്ള കുട്ടി, ഇതൊക്കെ മലീമസപ്പെടുന്ന മനസ്സുമായിട്ട്
ഈ ഇഹലോകത്തെയും പരലോകത്തെയും പരീക്ഷയെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നേരിടാൻ കഴിയില്ല. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ പരലോകമാണ് എന്ന് ഓർക്കണം. അതുകൊണ്ട് ഇഹവും പരവും നഷ്ടപ്പെടുത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹം പിരിയണമെന്ന് MSMൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്നുള്ള നിലക്കും പ്രസ്ഥാനികമായുള്ള ബന്ധം കൊണ്ടും ഇസ്ലാഹി ബോധമുള്ള ഒരാളെന്ന നിലക്കും നിങ്ങളോട് അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് കൃത്യമായൊരു ലക്ഷ്യബോധം ഇഹലോകത്തും പരലോകത്തും വെച്ച് മുന്നേറുമ്പോൾ നമുക്കൊക്കെ വിജയമുണ്ടാകും. പടച്ച റബ്ബ് നമുക്ക് വിജയങ്ങൾ സമ്മാനിക്കുമാറാവട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളെയും പൊറുത്ത് മഹത്തായൊരു ലക്ഷ്യത്തിലേക്ക് ഇഹവും പരവും ലക്ഷ്യം വെച്ച് നീങ്ങുന്ന മികച്ച കൂട്ടുകാരായി, കുട്ടികളായി, മാലിന്യം മനസ്സിലടിഞ്ഞുകൂടാതെ മുന്നേറുന്ന മികച്ച മനുഷ്യരായി മാറാനുള്ള തൗഫീക്ക് റബ്ബ് സുബ്ഹാനഹു തആല നൽകുമാറാവട്ടെ. പരീക്ഷ നടക്കുന്ന ഒരു കാലഘട്ടം, ഈ മാർച്ച് മാസം പരീക്ഷയുടെ കാലഘട്ടമാണ്. +2 പരീക്ഷ, SSLC പരീക്ഷ, കുട്ടികളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പരീക്ഷകൾ അത് നടക്കുന്നൊരു സമയം. പൊതുവെ പരീക്ഷാ കാലഘട്ടമായി അറിയപ്പെടുന്നൊരു കാലഘട്ടമാണ് മാർച്ച് മാസം. മാർച്ച് മാസത്തിൽ പരീക്ഷയെക്കുറിച്ച് കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. രക്ഷിതാക്കളോട് ഈ MSM പ്രധാനമായും സംഘടിപ്പിച്ച ഇത്തരം ക്യാമ്പയിനിലൂടെ രക്ഷിതാക്കളോട് ഒരുപാട് കാര്യങ്ങൾ, വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് രക്ഷിതാക്കളോട് പറയാൻ MSM ശ്രമിക്കുന്നുണ്ട്. ഈ പരീക്ഷാ വിഷയവും അത് MSMൻ്റെ ഒരു വിഷയമായതുകൊണ്ട് നിങ്ങളോട് 2 വാക്ക് സൂചിപ്പിച്ച് ഈ പരീക്ഷയെ നിങ്ങളുടെ കുട്ടിയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ ഒരു സംസാരത്തിലേക്ക് എന്നെ നയിച്ചത്. ഈ പരീക്ഷാ കാലത്ത് ഒരു രക്ഷിതാക്ക്, മാതാവ്, പിതാവ് എന്ത് ചെയ്യണം? ഇതൊരു വിഷയമാണ്. കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അവൻ്റെ വീടാണ്, അവളുടെ വീടാണ്. രക്ഷിതാക്കളോട് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങൾ, ഞാനത് വളരെ കുറഞ്ഞ വാക്കിൽ പറഞ്ഞ് നിർത്താം. രക്ഷിതാക്കളെയും ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രിയപ്പെട്ട രക്ഷിതാവേ, 2 പരീക്ഷ കുട്ടി നേരിടണം, പരലോകം, ഇഹലോകം. പരലോകത്തെ പരീക്ഷയെ നേരിടാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. CRE പോലത്തെ ക്ലാസ്സുകൾ, മറ്റു പ്രവർത്തനങ്ങൾ, പ്രോഫ്കോൺ സംഘടിപ്പിച്ചു, വളരെ മനോഹരമായി വിജയകരമായി നടന്നു. ഇതെല്ലാം നമുക്ക് നടക്കുന്നുണ്ട്. ഇനി ഞാൻ ഇപ്പം നടക്കുന്ന ഈ ഇഹലോകത്തെ പരീക്ഷകളെ കുറിച്ച് പറയാം. പരീക്ഷ നടക്കുന്ന സമയത്ത് ബാപ്പയും ഉമ്മയും എന്ത് ചെയ്യണം? കുട്ടിയുടെ കൂടെ നിൽക്കണം, കുട്ടിയെ സപ്പോർട്ട് ചെയ്യണം. ഉറക്കൊഴിഞ്ഞു പഠിക്കുന്ന കുട്ടിയെ ശ്രദ്ധിക്കാൻ, ഇടയ്ക്കൊന്ന് പോയി നോക്കാൻ ഉമ്മ സമയം കണ്ടെത്തണം, ബാപ്പ സമയം കണ്ടെത്തണം. നമ്മൾ തിരുവനന്തപുരം ഭാഗത്തേക്ക്, കൊല്ലം ഭാഗത്തേക്കും കോട്ടയം ഭാഗത്തേക്കും ഒക്കെ പോയാൽ അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ സെക്രട്ടേറിയറ്റിലെ ഹാജർ നിലയിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുന്ന ആ ഭാഗത്തുള്ള ആളുകളൊക്കെ ഇപ്പോൾ ലീവായിരിക്കും. അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥരായിരിക്കും. എല്ലാ ഔദ്യോഗികമായ കാര്യങ്ങളും നിർത്തിവെച്ചിട്ട് അച്ഛനും അമ്മയും ലീവ് എടുക്കും. എന്തിനാണ് മാർച്ച് മാസത്തിലേക്ക് ലീവ് മാറ്റി വെക്കുന്നത്? എന്തിനാണ് അവർ ലീവ് എടുക്കാതെ കൂട്ടിവെച്ച് മാർച്ച് ലീവ് എടുക്കുന്നത്? നിങ്ങൾ അന്വേഷിച്ച് നോക്കണം. അവർ ലീവ് എടുത്തത് പഠിക്കുന്ന, പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന, +2നോ 10ാം ക്ലാസ്സിലോ എഴുതുന്ന കുട്ടിയുടെ കൂടെ ഇരിക്കാനാ. നമ്മുടെ ഈ മലപ്പുറം ജില്ലയെക്കുറിച്ചും കോഴിക്കോട് ജില്ലയെക്കുറിച്ചും പിന്നെ കണ്ണൂർ ജില്ലയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്ക് ജോലി ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണ്. എല്ലാം ഹൗസ് വൈഫ്സാണ്, അവരൊക്കെ വീട്ടിലിരിപ്പാണ്. എന്നിട്ട് ഈ കുട്ടിയെ നോക്കാൻ ഒരു ലീവ് എടുത്ത്, ഒരു ബിസിനസ്സുകാരനായ ബാപ്പക്ക്, ഒരു ഉദ്യോഗസ്ഥനായ ബാപ്പക്ക് ലീവ് എടുത്ത് കുട്ടീനെ കൂടെ ഇരിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഈ കുട്ടി പരീക്ഷ വിജയിക്കുകയോ ജീവിതത്തിൽ വിജയിക്കുകയോ ചെയ്യുന്നില്ല. മാതാപിതാക്കളുടെ കടമയാണത്. കുട്ടിയുടെ കൂടെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഈ പരീക്ഷാ സമയത്തുണ്ടാവണം. അവൻ്റെ കൂടെ ഉണ്ടാവണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ കൂടെ ഉണ്ടാകുമ്പോൾ അവനെ സംബന്ധിച്ച് അത് അവനെ ടെൻഷനാവരുത്. നമ്മുടെ കുട്ടികളൊക്കെ പറയാം എന്താണെന്ന് വെച്ചാൽ ബാപ്പിയമ്മ ഇരിക്കേണ്ടെന്നാണ് പറയാം. കാരണം എന്താ? അത് അവരുടെ അപ്രോച്ചിൽ വരുന്ന മാറ്റമാണ്. ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് ചില കാര്യങ്ങൾ ഇട്ട് ഞാൻ നിർത്താം. നിങ്ങൾ നോക്ക്, സമാധാനമില്ലാത്തൊരു കുട്ടിക്ക് എങ്ങനെ പഠിക്കാൻ പറ്റുക? സന്തോഷമില്ലാത്തൊരു കുട്ടിക്ക് എങ്ങനെ പഠിക്കാൻ പറ്റുക? സ്വൈര്യമില്ലാത്തൊരു കുട്ടിക്ക് എങ്ങനെ പഠിക്കാൻ പറ്റുക? പറ്റില്ല. മനസ്സിൽ സങ്കടമുള്ളൊരു കുട്ടിക്ക്, ഉമ്മയോട് ദേഷ്യമുള്ളൊരു കുട്ടിക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ പരീക്ഷണ സമയത്ത് കുട്ടിയുടെ സ്വൈര്യം തകർക്കരുത്, കുട്ടിയുടെ മനസമാധാനം തകർക്കരുത്, കുട്ടിയുടെ സന്തോഷം തകർക്കരുത്. കുട്ടിയെ സംബന്ധിച്ച് ഒരു കുറ്റവും ആ സമയത്ത് പറയരുത്. രക്ഷിതാവ് വളരെ മാന്യമായി കുട്ടിയോട് പഠിക്കെന്ന് പറഞ്ഞ് വെറുപ്പിക്കുകയും അരുത്. അവനെ പഠിക്കാൻ മോട്ടിവേറ്റ് ചെയ്യണം.
അവൻ്റെ കൂടെ നിൽക്കണം. ചിലപ്പോൾ പഠിച്ച് ബോറടിക്കുമ്പോൾ അവൻ്റെ അടുക്കളയൊക്കെ ഇറങ്ങി വരും. ഉടൻ തന്നെ ചോദിക്കും, ഇറങ്ങിയോ, എന്തിനാണ് വന്നത്, ഇപ്പോൾ പഠിക്കാൻ എന്ന് പറയുമ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ച് കുട്ടിയുടെ മാനസിക നില പറ്റുക. ഞാൻ ഉമ്മൻ്റെ അടുത്തൊന്ന് വന്ന് ഇത്തിരി സമാധാനം കിട്ടാനാണ് ഉമ്മ പൊറിപ്പിച്ചു. അപ്പോൾ സ്വൈര്യവും സമാധാനവും സന്തോഷവും സപ്പോർട്ടും കൊടുക്കലാണ് ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും പ്രധാനപ്പെട്ട പണി ഈ കാലഘട്ടത്തിൽ എന്ന് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഓർക്കണം. ഇനി അടുത്ത വിഷയം, അപ്പം ഞാൻ എന്താ പറഞ്ഞ്, പഠിക്കുമ്പോൾ അവനെ വെറുപ്പിക്കരുത്. അടുത്ത വിഷയം നിങ്ങൾ നോക്ക്, ഭക്ഷണമാണ്. പരീക്ഷാ സമയത്ത് ഭക്ഷണത്തിൽ വലിയ ശ്രദ്ധ രക്ഷിതാക്കൾ കൊടുക്കണം. എണ്ണമയമുള്ള ഭക്ഷണം, ബിരിയാണി പോലത്തത്, നെയ്യൊഴിച്ച ഭക്ഷണം, പഴംപൊരി, പഴം നിറച്ച്, ഇതൊന്നും കുട്ടിക്ക് കൊടുക്കരുത്. കാരണം നെയ്യ് കൂടിയ ഭക്ഷണം കുട്ടിയുടെ ശരീരത്തിലെ ദഹനപ്രക്രിയയെ ത്വരിതപ്പെടുത്താനും അതുവഴി കുട്ടിക്ക് അല്ലെങ്കിൽ വലിയ കനം കൂടിയ ഭക്ഷണം കഴിക്കുമ്പോൾ ഉറക്കമുണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. കുട്ടിക്ക് ഭക്ഷണം കുറച്ചേ കൊടുക്കാവൂ. രാവിലെ ഇത്തിരി ഭക്ഷണം, കഴിഞ്ഞ ഒരു 10 മണിക്ക് കുറച്ച് ഭക്ഷണം, ഒരു 12 സ്റ്റഡി ലീവുള്ള സമയത്താണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഭക്ഷണം, ഇങ്ങനെ കുറച്ച് സാലഡുകൾ പോലെയുള്ള പച്ചക്കറി ഒക്കെ ഉൾപ്പെടുത്തി, ഫ്രൂട്ട്സൊക്കെ ഉൾപ്പെടുത്തി കുട്ടിക്ക് നൽകിയാൽ ഈ കുട്ടിക്ക് ഉറക്കമൊന്നും വരാതെ കൃത്യമായി പഠിക്കാനും മുന്നോട്ട് പോകാനും പറ്റും. ഭക്ഷണ കാര്യത്തിൽ, വെള്ളം കുടിക്കുന്ന കാര്യത്തിലൊക്കെ വലിയ ശ്രദ്ധ രക്ഷിതാക്കൾ പുലർത്തണം. ഇനി അപ്പം ഞാൻ ഭക്ഷണം പറഞ്ഞു, കൊടുക്കുന്ന സപ്പോർട്ടും മറ്റു കാര്യങ്ങളും പറഞ്ഞു. ഇനി എന്താ, പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു കുട്ടിക്ക് വേണ്ടത് എന്താ, അപ്പം വലിയൊരു പെർഫോമൻസിന്, ഒരു പ്രസൻറ്റേഷന് വേണ്ടി പോവുകയാണ്. ആത്മവിശ്വാസം വേണം. കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ ഉമ്മ വന്ന് ചോദിക്കേണ്ടത്, നീ എല്ലാം പഠിച്ചോ? ഉടനെ കുട്ടി പറഞ്ഞു, ഇല്ല, ഞാൻ 2 പാഠം ബാക്കിയുണ്ട്. പടച്ചോനെ, ഇനിയിപ്പോൾ എപ്പോഴാടാ പഠിക്കുക എന്ന് ചോദിച്ചാൽ കുട്ടിയെ സംബന്ധിച്ച് കുട്ടി ടെൻഷനായി. ഉമ്മൻ എന്താ പറയേണ്ടത്, അത് സാരല്ലടാ, നീ 8 പാഠം പഠിച്ചല്ലോ, 2 പഠിക്കാത്തതേ ഉള്ളൂ, അതിന് കുറച്ച് ചോദ്യം വരുള്ളൂ, അതെന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതിയിട്ടാൽ മതി, ബാക്കി നീ ഇപ്പോൾ ഉമ്മൻ്റെ മോൻ അടിപൊളിയാകും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, കുട്ടിക്കുണ്ടാകുന്ന ആത്മവിശ്വാസം അത്രേ. ഉമ്മ നിൻ്റെ കൂടെ ഉണ്ട്. ഐ ആം വിത്ത് യു മൈ ചൈൽഡ്, യു ആർ നോട്ട് അലോൺ. ഇതാ കുട്ടിക്ക് ഉണ്ടാക്കേണ്ടത്. നീയായി നിൻ്റെ പാടായി, പഠിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല, എന്താണ് നീ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാക്കരുത്. ഈ സമയത്ത് നിങ്ങളൊന്ന് ഒതുങ്ങുക, കുട്ടിക്ക് സമാധാനവും സപ്പോർട്ടും കൊടുക്കുക. മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിലേക്ക്, പ്രവർത്തനങ്ങളിലേക്ക് ഒന്നും പോകരുത്. ചില ആൾക്കാരൊക്കെ ഈ സമയത്ത് ബാപ്പൊക്കെ വന്നിട്ട് പറയും, ഉമ്മയോടാ പറയുക, കുട്ടി കേൾക്കാൻ വേണ്ടിയാ പറയുക, അവൾ പഠിക്കണ്ടല്ലോ അല്ലേ. ഉമ്മ പറയും, മര്യാദയ്ക്ക് പഠിക്കാൻ പറയും, അല്ലെങ്കിൽ കെട്ടിച്ചാണ്ട് വിടും. ഇത് കുട്ടിയെ സംബന്ധിച്ച് ടെൻഷൻ ഉണ്ടാക്കി. നിങ്ങൾ ആലോചിച്ച് ഇങ്ങനത്തെ വർത്താനൊന്നും പറയരുത്. കുട്ടി മാന്യമായി കുട്ടിയോട് ഇടപഴകുക, അവൾക്ക് കാര്യങ്ങളൊക്കെ പഠിക്കണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക, ഒരു മാനസികമായൊരു മോറൽ സപ്പോർട്ട് കുട്ടിക്ക് കൊടുക്കുക. കുട്ടി സുന്ദരമായി പരീക്ഷ എഴുതും. അപ്പോൾ ആത്മവിശ്വാസം കുട്ടിക്ക് നൽകലാണ് പരീക്ഷാ കാലയളവിൽ ഒരു മാതാവും പിതാവും ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ നോക്ക്, ഈ പഠിച്ച കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങനെ ടെൻഷനൊന്നും ഉമ്മയും ബാപ്പയും ഉണ്ടാക്കരുത്. ഒരു പരീക്ഷ എഴുതി കുട്ടി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിയിട്ട് നീ ഇരിക്കി, ഉമ്മ ചോദിക്കട്ടെ, ഇതും ചെയ്യരുത്. ഒരു പരീക്ഷ കഴിഞ്ഞാൽ ആ പരീക്ഷയെക്കുറിച്ച് മറന്നേക്കുക, അടുത്ത പരീക്ഷയിലേക്ക് കുട്ടി പോവുക. മുഴുവൻ പരീക്ഷയും കഴിഞ്ഞിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനും മറ്റുമൊക്കെ നിന്നാൽ മതി. ഓരോ പരീക്ഷയിലേക്കും കുട്ടിയെ സുന്ദരമായി കൊണ്ടുപോകണം. അവന് വേണ്ട എല്ലാം ഒരുക്കണം. TV ഉള്ള വീട്ടുകാർ ഓഫാക്കിയിടണം. നിങ്ങൾ TV തുറന്നു വെച്ചതിന് മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ആ സൗണ്ട് കുട്ടി കേൾക്കുന്നില്ല എങ്കിൽ പോലും ഈ കുട്ടിക്ക് ഉമ്മപ്പോൾ TV കാണാനുള്ള വിചാരം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പഠിക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഈ പഠനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ട് കുട്ടികളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ രക്ഷിതാക്കൾക്ക് വലിയൊരു റോളുണ്ട് കുട്ടിയുടെ വിജയത്തിൽ. തീർച്ചയായും ഒരു കുട്ടി വിജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് ഒരു 70% പോകുക ഉമ്മക്ക് തന്നെയാണ്, ബാക്കി കുറച്ച് ഉപ്പക്കുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് ഒരു കുട്ടിയുടെ വിജയം എന്ന് നിങ്ങൾ കരുതണം. പരീക്ഷാ സമയത്ത് അനാവശ്യമായ ടെൻഷൻ ഉണ്ടാക്കാനോ, അനാവശ്യമായ സംസാരം ഉണ്ടാക്കാനോ, അനാവശ്യമായ ചർച്ചകൾ വീട്ടിലുണ്ടാക്കാനോ ശ്രമിക്കരുത്. വീട്ടിൽ ഒരു പഠിക്കാനുള്ള അന്തരീക്ഷം കുട്ടിക്ക് ഒരുക്കി കൊടുത്ത് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ആത്മവിശ്വാസം നൽകിയിട്ട് ഈ കുട്ടിയെ പരീക്ഷയിലേക്ക് അയക്കണം. അതിൻ്റെ കൂടെ പരീക്ഷ കഴിഞ്ഞാൽ MSM നടത്തുന്ന ഒരുപാട് പ്രോഗ്രാമുണ്ട്. കുട്ടിയെ ബോധ്യപ്പെടുത്തണം ഇനി നമുക്ക് നേരിടാനുള്ളത് പരലോകത്തെ പരീക്ഷണമാണെന്നും അതിലേക്ക് ഒരുങ്ങണമെന്നും അതിനുവേണ്ടി ചിലത് ചെയ്യാനുണ്ടെന്നും കുട്ടിയെ ബോധ്യപ്പെടുത്തണം. ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നൊരു വെക്കേഷൻ കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ടും കുട്ടിയെ കളിക്കാൻ വേണ്ടി മാത്രം വിടുമ്പോൾ കളിക്കണ്ട എന്ന് MSM മറ്റാളുകളൊന്നും ആവശ്യപ്പെടുന്നില്ല. കുട്ടി നന്നായി കളിക്കണം, ഒരുപാട് കളിക്കട്ടെ, അവന് വളരട്ടെ, അതിനൊന്നും മാറ്റമില്ല. എൻ്റെ കൂടെ ഒരിത്തിരി സമയം മതം പഠിക്കാനും ഇസ്ലാം പഠിക്കാനും മാറ്റിവെച്ചില്ലെങ്കിൽ ഈ ലോകത്തെ പരീക്ഷയിൽ മാത്രം വിജയിക്കുകയും പരലോകത്ത് നാളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് ഇഹലോകത്ത് നേട്ടമുണ്ടാവുകയും പരലോകത്ത് നഷ്ടപ്പെടുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ കൂടെ പെട്ടുപോകും. അപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഓർക്കുന്നതോടു കൂടി തന്നെ പരീക്ഷ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വെക്കേഷൻ ക്ലാസ്സുകളെക്കുറിച്ചും ഇക്ര സ്കൂളിനെ കുറിച്ചും ഒക്കെ രക്ഷിതാക്കൾക്കൊരു ബോധം ഉണ്ടാവുകയും
അതൊക്കെ അതാത് പ്രദേശത്തെ ആളുകൾ അത്തരം കാര്യങ്ങളിലേക്ക് കുട്ടിയെ നയിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യണമേ എന്ന് കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ട് ഞാൻ ഈ വിഷയം നിർത്തുന്നു. അപ്പോൾ ഇഹത്തിലും പരത്തിലും നമുക്ക് ഗുണകരമാകുന്ന മക്കൾ, മികച്ച മക്കൾ, നമുക്ക് കൺകുളിർമയുണ്ടാകുന്ന ഖുറത്തുഅയ്യുൻ, കൺകുളിർമയുണ്ടാകുന്ന മക്കൾ നമുക്ക് നൽകാൻ പടച്ച റബ്ബ് അനുഗ്രഹം നൽകുമാറാവട്ടെ. റബ്ബന ഹബ് മിൻ അസ്വാജിന വദുരിയതിന ഖുറത്തുഅയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.